കുട്ടമ്പിള്ളക്ക് മാത്രം എന്താ സല്യൂട്ട് ചെയ്യാൻ കൈ പൊങ്ങൂലേ? രണ്ട് നിസാര കള്ളന്മാരെ പിടിച്ചെന്ന് വെച്ചാ നിസ്സാരന്മാരാണോ വേന്ദ്രന്മാരാണോ എന്ന് താൻ അറിയേണ്ട കാര്യമില്ല. ഒരു മിന്നൽ ആക്രമണത്തിലൂടെ ഞാൻ കീഴ്പ്പെടുത്തിയത്. തനിക്ക് എന്നെ പുഗ്നമാണല്ലേ? മിന്നലായാലും കൊള്ളാം, ഇടിവെട്ടായാലും കൊള്ളാം. എനിക്കാരോട് ഒരു പുഗ്നവും ഇല്ല. ഉണ്ട്. 20 വർഷമായിട്ട് മൂത്ത് നരച്ച ഒരു അഡീഷണൽ SI പോലും ആകാൻ കഴിയാത്ത തനിക്ക് ഒരു സബ് ഇൻസ്പെക്ടർ സല്യൂട്ട് ചെയ്യാൻ പുച്ഛമാണെന്ന് എനിക്കറിയാം. അർഹതയുള്ളവരെ ഞാൻ ഇന്നും അംഗീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള അർഹതയില്ലെന്നല്ലേ? ഇല്ല. അരയടി പൊക്കക്കുറവിന് 1.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് മേടിച്ച ഈ സബ് ഇൻസ്പെക്ടർ തൊപ്പിയെ സല്യൂട്ട് അടിക്കാൻ എനിക്ക് മനസ്സില്ല. തന്നെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുട്ടമ്പിള്ളേ സല്യൂട്ട് അടി. കുട്ടമ്പിള്ള അടിക്കാൻ. അയ്യോ അയ്യോ, എന്ത്? അല്ല, നീ അടിക്കാൻ പറഞ്ഞു, ഞാൻ അടിച്ചു. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പോലീസ് സ്റ്റേഷൻ. ദൈവമേ, എന്റെ വായിൽ ഒരു തെറി പോലും വരുന്നില്ലല്ലോ. അച്ഛാ, ഞാനൊരു സ്വപ്നം കണ്ട്. ഞാൻ SI ആയെന്ന്. ഇങ്ങനെ സ്വപ്നം കണ്ട് കിടന്നാലേ എന്റെ മോൻ SI അല്ല, IG ആകും. IG ആകാനാണ് എനിക്കിഷ്ടം. ആക്ച്വലി SI ആകാൻ അരടി പൊക്കം കൂടി വേണമെന്നല്ലേ സെലക്ഷൻകാർ പറഞ്ഞത്. അപ്പൊ എനിക്കൊരു സംശയം, ഈ കുള്ളനായ അച്ഛൻ എങ്ങനെയാണ് പോലീസുകാരനായത്? കൈക്കൂലി കൊടുത്തിട്ടല്ലേ? എന്റെ നടുവേ. കാലത്ത് തുടങ്ങി ലാത്തി ചാർജ്. നാട്ടുകാരെ തല്ലേ എടുട്ടുമ്പോൾ ഒരു അറിയും. അതുകൊണ്ട് പരീക്ഷ എന്റെ അച്ഛത്തേക്കാ. അമ്മയുടെ നായർക്ക് വട്ടാ. അതന്നെയല്ലേ ഞാനും പറഞ്ഞോളൂ, എന്റെ അച്ഛൻ വട്ടാണെന്ന്. കേട്ടില്ലേടി നിന്റെ മോന്റെ തിരുവചനം? രാവിലെ എഴുന്നേറ്റ് വല്ല കപ്പേലോ കമ്പയിലോ തൂങ്ങുന്നതിന് പകരം പോത്തുപോലെ കിടന്നുറങ്ങുക. നിന്റെ മോൻ ഈ SI ആകത്തില്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. എന്റെ അരടി പൊക്കക്കറിവിന് 1.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് എന്നെ ഒരു SI ആക്കി തരാൻ എത്ര കാലമായി പറയണത്? ഞാൻ അങ്ങനെ 1.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിട്ട് എന്റെ മോൻ അങ്ങനെ SI ആകണ്ട. ഞാൻ 1.5 ലക്ഷം രൂപ കൊടുക്കണ്ട. ഞാൻ പൊക്കം കുറഞ്ഞതേ എന്റെ കുഴപ്പം കൊണ്ടല്ല. പിന്നെ ആരുടെ കുഴപ്പം കൊണ്ടാണ്? അമ്മയുടെ കുഴപ്പം കൊണ്ട്. എന്റെയോ? അമ്മക്ക് കല്യാണം കഴിക്കാൻ ഈ പൊക്കം കുറഞ്ഞ കുള്ളനച്ഛനെ മാത്രം കിട്ടിയോളൂ. ലോകത്ത് പൊക്കം കൂടി എന്തോരം അമിതാഭ് ബച്ചൻ അച്ഛന്മാരുണ്ട്. അവരാരെങ്കിലും കെട്ടിയിരുന്നെങ്കിൽ അരടി പൊക്കത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇടുന്ന അലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഹായ്. എത്രയായി? 10 രൂപ. ചേട്ടാ, 50 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാ 10 രൂപ പോയിട്ട് ബാക്കി 40 രൂപ എടുക്കും. ഇതാ. താങ്ക് യു. എടോ 50 രൂപ എടുക്കണോ? 50 രൂപ? ഞാൻ 50 രൂപ ആദ്യം തന്നപ്പോഴാണല്ലോ താൻ 40 രൂപ തിരിച്ചു. ഞാനല്ലേ ചില്ലറ തന്നത്. ആഹാ, അത് ശരി. മീറ്ററിൽ 10 രൂപയായി. ഞാൻ തന്ന പുതുപുത്തൻ 50ന്റെ നോട്ട് തന്നപ്പോ 10ന്റെ 40 രൂപ തിരികെ തന്നു. ഇനി എന്തിനു വീണ്ടും ഞാൻ 50 രൂപ തരണം? താൻ ആളെ കളിപ്പിക്കാതെ മര്യാദയ്ക്ക് എന്റെ കാശെടുക്കണോ? താൻ മനസ്സിലടോ? മനസ്സില്ലേ? താൻ വാങ്ങിക്കോ. എന്താ പ്രശ്നം? എന്റെ ചേട്ടാ, 5 രൂപയ്ക്ക് തികച്ചു ഓടിയില്ല. 10 രൂപ വേണമെന്ന് പറഞ്ഞു. ശരി, എന്തോ വരട്ടെ എന്ന് എഴുതി ഞാൻ 50 രൂപ കൊടുത്തു. 40 രൂപ ബാക്കിയും തന്നു. ഇപ്പൊ അയാൾ പറയണ അയാൾക്ക് 50 രൂപ വീണ്ടും കൊടുക്കണം. സാറേ, ഞാൻ 40 രൂപ കൊടുത്തെന്ന് സത്യ. പക്ഷെ ഇയാൾ എന്റെ 50 രൂപ തന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കാശ് കൊടുക്കാതെ ആരെങ്കിലും ബാലൻസ് കൊടുക്കും? ചേട്ടന്റെ ശരീരത്ത് നോക്കിക്കേ, 5 പൈസ എന്റെ എടുക്കാനില്ല. ആകെ ഉണ്ടായിരുന്ന പുതുപുത്തൻ 50ന്റെ നോട്ട് ഞാൻ ഇയാൾക്ക് കൊടുത്തു. അത് എന്റെ കാശ്. ഒന്നും പറയണ്ട. ഈ കാശെന്ന് കരുതിയാണ് ഈ കാശ് വാങ്ങിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത് ഈ കാശല്ല, ഇതാണ് കാശെന്ന്. ഇതാണ് കാശ്, എന്റെ കാശ്. ആളെ പറ്റിക്കാവുന്ന പോടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. സോറി സോറി. ഈ ആട്ടോക്കാരനാ. അറിയാതെ സംഭവിച്ചു പോയതാണ്. സാരമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഒന്നുകൂടെ തരട്ടെ. ഇത് അതല്ല, യാതൊരു മാറ്റമില്ല. ഉറപ്പ്. എങ്കി വാ, കയ്യോടെ പിടികൂടാ. ഹിസ്റ്ററി വളരെ ടഫാ. എനിക്കാണെങ്കിൽ ഇത്. നീ അലക്കാരൻ പുഷ്കരന്റെ മോനല്ലേ? ഏത് പുഷ്കരൻ? എവിടത്തെ പുഷ്കരൻ? അപ്പൊ നിന്റെ അച്ഛന്റെ പേരെന്താ? എന്റെ അച്ഛന്റെ പേര് പുഷ് 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 ജോർജ് പുഷ്. എന്താ, നമ്മളാരാ മനസ്സിലായില്ലോ? ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ കയ്യോടെ പിടികൂടി നോക്കാമെന്ന് കരുതിയത്. എന്ത് നോക്കാൻ? ഊരടാ തുണി. പട്ടാ പോലെ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി തുണി അഴിക്കാൻ പറയും. അത് ലവേഴ്സിന്റെ മുമ്പിൽ വെച്ച്. നിങ്ങൾ എന്ത് വൃത്തിയായി കാണിക്കണേ? പെങ്ങളെ, ഞങ്ങൾ ഇവന്റെ അച്ഛനടുത്ത് അലക്കാൻ കൊടുത്ത തുണിയായത്. അയ്യേ, ഊരടാ. എന്നാ ഞാൻ എന്റെ അച്ഛനടുത്ത് അച്ഛനോട് ചോദിക്കും. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ താ. വണ്ടി വണ്ടി വണ്ടി. നിങ്ങൾ എന്റെ പുറകെ ഇങ്ങനെ ഓടരുത്. വേണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കാൻ. എന്താണിത്? അത് വേണ്ടല്ലോ. നീ മുകളിലത്തെ മാത്രമേ നിങ്ങൾക്കുള്ളൂ, അടിയിലെത്തുന്ന വേറെയാ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. മാറോട്.
നീ ഇത് കാണുന്നില്ലേ എന്റെ കൃഷ്ണ? ട്രാഫിക്കും ബ്ലോക്ക് ആക്കിയിട്ട് പോലീസ് പേരും വിളിക്കുന്നോടാ പട്ടി. ഇന്നാരെയാണോ എന്തോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെ ആയിരിക്കും. ഇന്ന് ആശയങ്ങൾ ഓരോന്നോന്ന് കേറും. പോയാലും തടി ഊരി. ഹലോ, ജോഗിങ് ജോഗിങ്. ഇന്ത്യക്ക് വേണ്ടി ഏഷ്യാനെറ്റ് ഞാൻ മാത്രമേ ഓടുന്നുള്ളൂ. ഇന്ത്യക്ക് സ്വർണ്ണം ഉറപ്പാ. എന്താ നമ്മുടെ ഗുഡ് നെയിമിങ്? സോഫി. ഓഹോ, എങ്ങനെയാ ഓട്ടത്തിന്? മോശമില്ല. എനിക്ക് തോന്നി. ഇനി എവിടെയാണ് ഞാൻ തരേണ്ടത്? എന്റെ ചാത്തങ്കാളി അമ്മുണ്ണിയമ്മേ, ഇതെവിടെ പോയി? എന്തൊരു കഷ്ടാണ്. ഇതെന്താ ഇത്? കൊറേ നേരായല്ലോ തെരയുന്നു. എടി, ഞാൻ ഇന്നലെ അലക്കിട്ട എന്റെ അണ്ടർവെയർ എവിടെടി? ഓ, അതാണോ? നിനക്കത് നിസ്സാരം. ഞാനിത് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ നോക്കി. എന്റെ അങ്കിളാപ്പ് നിനക്കറിയില്ല കേട്ടാ? ഇതെവിടെ പോയി എന്റെ ഭഗവാനേ? എന്താണ് ഇത്ര കൂലങ്കഷമായി തപ്പുന്നത്? എടാ, ഞാനിത് കിടന്ന് തപ്പാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? അല്ല പിതാജി. ആടെ പിശാചേ, എടാ നിന്നെ പേടിച്ചിട്ടൊരു മാസം കഴിഞ്ഞ് ഇന്നലെ ഞാനിതൊന്ന് ഊരി നനച്ചിട്ടത്. അതിനിടയിൽ നീ അടിച്ചു മാറ്റി. എനിക്ക് വേറെ ഇല്ലാഞ്ഞിട്ടല്ലേ പപ്പ? ഇല്ലെങ്കിൽ ഇല്ലാത്ത മാതിരി നടക്കണം കഴുതേ. ഊരടാ. അയ്യേ പപ്പ, ആരെങ്കിലും കാണും പപ്പ. കാണട്ടടാ. എന്റെ സ്ത്രീധനം. സ്ത്രീധനം അത് നിനക്കില്ലല്ലോ. അയ്യേ പപ്പ. ഊരടാ. പപ്പ, ഊര്, പപ്പ. ഊര്. ചേട്ടൻ ആരുടെ സ്റ്റൈലിൽ മുടി വെട്ടണമെന്നാ പറഞ്ഞത്? അല്ല, ഇവിടെ ആരുടെയൊക്കെ സ്റ്റൈലിൽ വെട്ടും? ഇവിടെ ഒരുപാട് പേരുടെ സ്റ്റൈലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇവരുടെ ആരുടെ സ്റ്റൈൽ വേണം? അല്ല, വേറെ ഏതെങ്കിലും സ്റ്റൈലല്ലേ? പിന്നെ ഉണ്ടല്ലോ, നെടുമുടി വേണു, നീലാകൻ, നരേന്ദ്ര പ്രസാദ്, ബാലചന്ദ്ര മേനോൻ, ജഗദീഷ് ശ്രീകുമാർ, മാമുക്കോയ, എം എസ് തൃപ്പൂണിത്തറ, ജഗദീഷ്, എം കുമാർ, എന്നമ്പിള്ള, മധു, കെ പി ഉമ്മർ, പ്രേം നസീർ, എം ജി സോമൻ, ഇന്ദ്രൻസ്, കൊച്ചൻ ഖലീഫ. ഇയാളുടെ സ്റ്റൈലിൽ ഇവരോട് മുടി വെട്ടും. ഇനി ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ തമിഴ് സ്റ്റൈലി ഉണ്ട്. ഒരു ഭാഷ, ബാർബർ ഭാഷ, ഒരു തടവ് ചർച്ച, 100 തടവ് ചർച്ച മതി. എന്നാലേ ഇവരുടെ ആരുടെ സ്റ്റൈൽ വേണ്ട, ഇതൊന്ന് ഫിനിഷ് ചെയ്ത് തന്നാ മതി. അയ്യേ, ഇതെന്തോന്ന് ഫിനിഷ് ചെയ്യാൻ? ഇപ്പൊ തന്നെ നല്ല ഫിനിഷിംഗ് ആണല്ല. ശശി, ആ നീയാ? നമ്മുടെ ജെയിംസോടെ അവൻ മുറപ്പെണ്ണെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയല്ല. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. കിടത്തി ഉറക്കുന്നല്ല. അയ്യോ, കലം 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 അമ്മച്ചിയെ കട്ടി ചട്ടി ചട്ടി കലം കലേ കലം. വില കുറവാണ്. മുകളിൽ വെച്ചാൽ പൊട്ടില്ല, താഴത്ത് വെച്ചാൽ പൊട്ടില്ല. അമ്മച്ചിയെ വട്ടത്തിലുള്ള ചട്ടിയേ. അയ്യോ, 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 എടാ മാറ്. അയ്യോ, അയ്യോ, എടാ മാറിക്കോ. അയ്യോ, അയ്യോ, എന്റെ കലം കൊണ്ട് പോലെ എന്റെ കാശിനൊന്നും ഞാൻ വിടുന്നു. അവിടെ നിൽക്കാതെ എന്റെ കട്ടി പിടിച്ച് എന്റെ കലം പിടിച്ചു. എന്റെ കലം കൊണ്ട് അവിടെ നിൽക്കാം. എന്റെ കാശ് രണ്ടു ഈശ്വര, ഇനി കല ആരെടുക്കും? മേടിച്ചിട്ട് വേണം. അയ്യോ, പട പേടിച്ച് പന്ത്രണ്ട് എന്നപ്പോ അവിടെ പന്തം കൊളുത്തി പടം. ഇനി ഏതിലും കേറും. എന്താ എന്താ മേരി? എന്താ? ഭീകരരൂപം, ഒരു വല്ലാത്ത മുഖം. എവിടെ? അവിടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ചാടിയിട്ടുണ്ട്. അവനെ വിടില്ല. അവൻ എവിടെയെങ്കിലും കാണും. ഇത് അവന്റെ സൈക്കിളല്ലേ? എന്നാൽ ഇതിനകത്ത് കാണും. പിന്നെ കേറാൻ വാ. എന്താ 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 മോളെ? ജുറാസിക് പാർക്ക്. എവിടെ? ദേ അങ്ങോട്ട് പോയി. അവനെ ഇന്ന് ഞാൻ ജുറാസിക് പാർക്ക് നിന്റെ അച്ഛൻ. ഈ കല ഇവൻ ഇതിനകത്ത് കാണാനില്ല. ഇവൻ എവിടെ പോവാനാ? ഇവിടെ എവിടെങ്കിലും കാണും. തപ്പി പിടിക്കാൻ നമുക്ക്. അവിടെ ഞാൻ
ബാക്കി നടക്കാൻ തുടങ്ങി. എന്തോ ഈ കെറി. മോഷണം നടത്തുന്നില്ലേ? ഒച്ച ഉണ്ടാക്കല്ലേ, ഇത് ഞാനാ. ജെയിംസ് അച്ഛനായിരുന്നു. അച്ഛൻ എന്താ ഇവിടെ? ഓ, അത് പറഞ്ഞ ഒരു കലങ്കഥ മുഴുവൻ പറയേണ്ടി വരും. റോഡ് ആക്സിഡന്റ് തൊട്ട് ജുറാസിക് പാർക്ക് ആയ കഥ വരെ. ഓ, അതപ്പോ അച്ഛനായിരുന്നു. അപ്പൊ ഇതോ? അത് കഷ്ടകാലം പിടിച്ച ജുറാസിക് പാർക്ക്. നിന്നെ കാണാൻ വേണ്ടിയാ ഈ സാഹസികത മുഴുവൻ അനുഭവിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആകെ ചളമായി. അച്ഛനെ അമ്മച്ചനെ ഇപ്പൊ നേരിട്ട് കണ്ട ഇനി ചളവാവും. വാ, വഴി ഉണ്ടാക്കാം. വരൂന്നേ. അയ്യോ, ഇയാളെങ്ങനെ ഇതിനകത്ത് വന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ അയ്യോ, തല്ലല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞങ്ങളല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇങ്ങേരുമല്ല. ഇതിനകത്ത് വേറെ ആരോ കിടന്ന് കളിക്കുന്നുണ്ട്. അടുത്ത അടി കിട്ടുന്നതിന് മുമ്പ് ഓടിക്കോടാ. അയ്യോ, വാ വാ, പോയിക്കോ. പോ. അയ്യോ, അല്ല, അതാരാ? അതെന്റെ കൂട്ടുകാരിയാ. വന്നത് ഞാൻ കണ്ടില്ലല്ലോ. കുട്ടി അവിടെ നിന്നേ. കുട്ടി അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാൻ പറ്റും. നീയായിരുന്നു. നിന്റെ ഐഡിയ കൊള്ളാലോടെ ചക്ക. എനിക്ക് വേണം തിരി പണം. അറിയാലോ, SI ആവാൻ നിനക്ക് 1.5 ലക്ഷം രൂപ വേണം. പെങ്ങളെ കെട്ടിച്ച് എന്റെ ബാലൻസ് തീർക്കാൻ നിനക്ക് 1 ലക്ഷം രൂപ വേണം. അപ്പോ നിനക്കൊന്നും വേണ്ടട ചെറുക്ക. അതിപ്പോ എങ്ങനെ പറയും? താരില്ല, നീ പറയേ. ഞാൻ പറഞ്ഞ അച്ചായത്തിക്ക് എന്റെ അടുത്ത് ദേഷ്യം തോന്നോ? ഇല്ലടാ, നീ പറയടാ. അച്ചായത്തി എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ? തള്ളയുടെ പ്രായമുള്ള എന്നോട് ഈ ഞാഞ്ഞോള് പറയുന്ന കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അച്ചായത്തിയുടെ സിറ്റിയിലുള്ള കട എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാ. എനിക്ക് ഡ്രൈ ക്ലീൻ എടുത്തു കൊടുക്കാൻ. ഓ, അത്രേ ഉള്ളൂ. ഞാൻ വേറെന്തൊക്കെയോ ആലോചിച്ചു പോയി. അതെ, അച്ചായത്തിയുടെ പ്രായത്തിന്റെ കുഴപ്പാ. ചെറുപ്പമല്ലേ? എടീ, ഇവന്റെ ഒറ്റ സാധനം ഈ വീട്ടിൽ ഇനി കണ്ടുപോരുത്. അളിയ അളിയ എന്ത് പണിയാ കാണിക്കുന്നത്? എന്റെ വീട്ടിൽ വന്ന് എന്റെ സാധനങ്ങൾ വലിച്ചെറിയുന്നോ? ഇന്നു മുതൽ ഇത് നിന്റെ വീടല്ല, എന്റെ വീടാ. എന്ന് വെച്ചാ നിന്റെ സഹോദരിയുടെ ഭർത്താവായ എന്റെയും കൂടെ വീട്. എനിക്കൊന്നും മനസ്സിലാക്കി തരാം. നിന്റെ പെങ്ങളെ കെട്ടിയെടുത്ത വകയിൽ എനിക്ക് ബാക്കി തരാനുള്ള സ്ത്രീധന തുകയില്ലേ, അത് നീ ഇനി തരണ്ട. അളിയ അളിയനൊരു മഹാമനസ്കനാണ്. പകരം ഈ വീട് ഞാൻ എടുത്തിരിക്കും. ഓ, അപ്പൊ അളിയന്റെ സിറ്റിയിലുള്ള വീട് എനിക്ക്. ഞാൻ അവിടെ കയറി താമസിച്ചോട്ടെ. അത് മുൻകൂട്ടി കണ്ടത് കൊണ്ടാ ആ വീട് ഞാൻ ആദ്യം വാടകയ്ക്ക് കൊടുത്തത്. അപ്പൊ നീ പുറത്ത്. അളിയ, ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലല്ല. അളിയന്റെ പണം ഞാൻ 1 മാസത്തിൽ തന്നു തീർക്കും. എടി, നിനക്കൂടെ ഒന്ന് പറഞ്ഞൂടെ? നീ എപ്പ തരുന്നോ അപ്പൊ ഞാൻ മാറി തരും. അതെ, അത് തന്നെ എന്റെയും തീരുമാനം. അതുവരെ ഞാൻ എന്റെ മുറി താമസിച്ചോട്ടെ. താമസിച്ചോട്ടല്ലേ? താങ്ക്സ്. പക്ഷേ ദിവസവും നീ 50 രൂപ വാടക തരണം. സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരുവന്റെ ഗതികേട് ഈ ലോകത്ത് ഒരാളെയും വരത്തല്ലേ ഈശ്വര. ഒന്നിങ്ങോട്ട് മാറിക്കേ. ഇത്തിരി സ്ഥലം. തട്ടുന്നോടാ. വാടക തന്നിട്ടല്ലേ തട്ടുന്നത്? ഓട്ടെ. വാടക തന്നാ തട്ടുവോ? ചെലപ്പം തട്ടുമായിരിക്കും. എടോ, എനിക്ക് എന്റെ പാന്റ് ഷർട്ട് ഇപ്പൊ കിട്ടണം. ഏടോ, ഒരേ ഒരു ജോഡിയല്ലേ കുറവുള്ളൂ. നീ ഇതിനു മുമ്പ് വീട്ടിൽ കൊണ്ടുപോയില്ലേ? അതിന്റെ അടിയിലെറ്റ് കാണൂ. എനിക്ക് എന്റെ ഡ്രസ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പ്രശ്നമില്ല. എങ്കിൽ മോനൊരു കാര്യം ചെയ്യ്, ഈ വീടിന്റെ വരാന്തലോട്ട് കയറി. ഇവിടെ പട്ടില്ല, ആരെങ്കിലും വരുമ്പോ ഇതാ എന്റെ ഡ്രസ്. ഊരിക്കൊറ. ഇവിടെ വാടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കണ്ട ചെറ്റകളുടെ ഡ്രസ് ഇടരുന്ന്. അടിയൊന്നുമില്ല. അടിയിലൊന്നുമില്ലാന്ന്. എന്നാലും ഒന്നും കൂടി പിടിച്ചോ. അടിയല്ല, എന്റെ പാന്റിന്റെ അടിയൊന്നുമില്ല. അതല്ലേ ഞാൻ ഇട്ടത്. ഊരടാ, ഊര് ഊര്. നിക്ക് ചെറ്റ ഇപ്പൊ തരേ. ഊര് കൊണ്ടുപോയി തിന്നോ. ഈ വസ്ത്രാക്ഷേപം എനിക്കിനി എന്ന് തീരും എന്റെ കൃഷ്ണ. ചേട്ടന്റെ പേര് കൃഷ്ണൻ എന്നാണോ? എന്നാ ധൈര്യമായിട്ട് വിളിക്കാം, എന്റെ കൃഷ്ണ. അയ്യോ, ഇനി മേലാൽ ഇങ്ങനത്തെ നാറിയ വസ്ത്രങ്ങൾ അലക്കണമെങ്കിലേ നിന്റെ അമ്മായിയും പിന്നെ എടുത്തിട്ട് കൊടുക്കും. പോകണ ചെറ്റകളെ. ആ, അങ്ങനെ ഫാമിലി അടക്കം വിളിച്ച് ചെറ്റകളെന്ന്. ഇവനിത് എവിടെ പോവും? ഞാനിവിടെ ഉണ്ട്. കാട്ടാളോ? നീ എന്താണ് വനവാസത്തിന് പോവാ? ഉടുതുണിയില്ലാത്തൊരു ഇന്ത്യൻ പൗരന്റെ വിഷമം ആരറിയാൻ? പണ്ട് ആദവും നാണം മറച്ചിരുന്നത് അലക്കുകാരൻ പുഷ്കരന്റെ തുണി കൊണ്ടൊന്നും അല്ലല്ലോ, പ്രകൃതിയുടെ വരദാനം കൊണ്ടല്ലേ. ഇതാരും പിടിച്ചു പറിക്കില്ലല്ലോ.
ഇതാരാ പിടിച്ചു വലിക്കുന്നത്? ഇതിനുണ്ടോ അവകാശം? അയ്യോ ഇതും പോയി. എന്റെ ഗോമാതാവേ, നിനക്കും എന്റെ നഗ്നതയാണോ ഇഷ്ടം? ജോലിയൊന്നുമില്ലേ? ജോലിയൊക്കെ ഉണ്ട്. ഞാനൊരു വാഷിംഗ് മെഷീൻ സംഘടിപ്പിച്ചു. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. വാഷിംഗ് മെഷീനോ? എത്ര രൂപയ്ക്കാ വാങ്ങിയത്? വാങ്ങിയതല്ലെന്നേ, പിന്നെ ഇതെന്റെ സ്വന്തം മേക്ക, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. എവിടെ എവിടെ എവിടെ? അതാ എന്തൊരു നാറ്റം. എങ്കിലും എന്റെ അപ്പ എന്നെ കൊണ്ട് ഈ കുലത്തൊഴിൽ ചെയ്യിക്കണമായിരുന്ന. അത് നേരത്തെ ഈ കാലമാടന്റെ സന്തതിയായിട്ടൊന്ന് ജനിക്കാൻ തോന്നിയോ ആവും. നോവുഭാരം ചുമലിൽ താങ്ങാൻ 100 കാതം താണ്ടിടാൻ കാലമാകും രജകൻ പോറ്റും പ്രാണിയാണീ പാവങ്ങൾ. വിധി തരുന്ന വിഴുപ്പും പേറി വീതി തോറും പായുമ്പോൾ കുതി കുതിച്ചു തമസിൻ കുഴിയിൽ വീണു കേഴും കാലരാക്കോലങ്ങൾ. നോവുഭാരം ചുമലിൽ താങ്ങാൻ 100 കാതം താണ്ടിടാൻ. വിധിയാലോ ശിഷ്ടജീവിത കഥയാലോ നീ തളർന്നു മയങ്ങുമ്പോൾ കൈവരുന്നതു കണ്ണീർക്കിനാവല്ലയോ. നോവുഭാരം ചുമലിൽ താങ്ങാൻ 100 കാതം താണ്ടിടാൻ കാലമാകും രജകൻ പോറ്റും പ്രാണിയാണീ പാവങ്ങൾ. വിധി തരുന്ന വിഴുപ്പും പേറി വീതി തോറും പായുമ്പോൾ കുതി കുതിച്ചു തമസിൻ കുഴിയിൽ വീണു കേഴും കാലരാക്കോലങ്ങൾ. നോവുഭാരം ചുമലിൽ താങ്ങാൻ 100 കാതം താണ്ടിടാൻ. വർഷകാലം പോൽ പെയ്തും സ്വപ്നവാണിഭയാത്രകളിൽ പൊൻകിനാവിൻ പൂവിറ്റും കുഞ്ഞുമോഹക്കൂടുകളിൽ കൂരിരുട്ടിൻ രാവുകളിൽ ശോകരാഗം പാടുകയോ നെഞ്ചു നീട്ടിയ പാവങ്ങളുടെ പാടികൾ. നോവുഭാരം ചുമലിൽ താങ്ങാൻ 100 കാതം താണ്ടിടാൻ കാലമാകും രജകൻ പോറ്റും പ്രാണിയാണീ പാവങ്ങൾ. ഒരു പ്രത്യേക അറിയിപ്പ്. കാട്ടുകള്ളം കോരപ്പൻ 15ഓളം പോലീസുകാരെ മൃഗീയമായി കൊലപ്പെടുത്തി. ചന്ദ്രക്കൊള്ളയും മറ്റും നടത്തിവന്ന കോരപ്പന്റെ വേട്ട കൂടുതൽ നാശത്തിലേക്ക് വഴിതെളിക്കുന്നതിനാൽ ഗവൺമെന്റ് പുതിയൊരു നിലപാട് കൈക്കൊണ്ടു. കോരപ്പനെ ജീവനോടെ അല്ലാതെ പിടിച്ചുകൊടുക്കുന്നവർക്ക് 40 ലക്ഷം രൂപ ഗവൺമെന്റ് റിവാർഡ് പ്രഖ്യാപിച്ചു. അറിയിപ്പുകൾ കഴിഞ്ഞു. എടാ അതൊന്ന് ഓഫാക്കടാ. ഞാനൊരു ഐഡിയ തരാം. എന്താ? കോരപ്പനെ നിങ്ങൾ പിടിക്കുന്നു. എടാ പിടിച്ചു കൊടുത്താൽ കിട്ടുന്നത് 40 ലക്ഷം രൂപയാ. അതോടെ നിങ്ങൾ ലക്ഷപ്രഭുക്കളാകുന്നു. ലക്ഷപ്രഭുക്കള് അതിലും ഭേദം കിഡ്നി വിറ്റ് കാശാക്കുന്നതാ. വേണ്ട വേണ്ട, കാട്ടിക്കിടന്ന് എത്താലേ നമ്മുടെ ഡെഡ് ബോഡിയൊന്നും തിരിച്ചിട്ടില്ല. അത് കാട്ടുമൃഗങ്ങൾ പോയിട്ട് കോരപ്പം പോലും തിന്നൂല. എടാ മണ്ടന്മാരെ, ജീവിതം ഒന്നേ ഉള്ളൂ. റിസ്ക് എടുത്താലേ എന്തെങ്കിലും ആവാൻ പറ്റൂ. ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കോരപ്പന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ്. ഗിന്നസ് ബുക്കിൽ പേരെങ്കിലും വരും. SSLC ബുക്കിൽ പേര് വരാൻ ഞാൻ 7 തവണ ശ്രമിച്ചു, എന്നിട്ട് വന്നില്ല. പിന്നെ ആ ഗിന്നസ് ബുക്ക്. നീയൊക്കെ ചോണക്കുട്ടികളാടാ. നിന്റെയൊക്കെ രോമത്തിൽ തൊടാൻ പോലും ആർക്കും സാധിക്കില്ല. ലൈഫ് ഈസ് എ ചലഞ്ച്. മീറ്റിംഗ്. ശരിയാ, ചാവുന്നെങ്കിൽ ചാവട്ടെ. എനിക്ക് എന്റെ മുറപ്പെണ്ണിനെ കിട്ടണം. എനിക്ക് എന്റെ സഹോദരി അന്തസ്സായിട്ട് ഇറക്കി വിടണം. എനിക്ക് DGP ആകണം. നീ നേരത്തെ SA ആവണമെന്നല്ലേ പറഞ്ഞു? അത് കാശിടുന്നതിന് മുമ്പല്ലേ. ഇനി എനിക്ക് DGP. എനിക്ക് എന്തൊക്കെയോ ആവണമെന്നുണ്ട്. ആയിക്കോ ആയിക്കോ. പക്ഷെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഞാനില്ല. ഇവന് പേടിയാ. പേടി നിന്റെ അച്ഛൻ. എന്റെ അന്ത്യം കോരപ്പന്റെ കൈ കൊണ്ട് ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നീ വരലേക്ക് വേണ്ട. 40 ലക്ഷം രൂപ കിട്ടി ഞങ്ങള് കാട്ടിപ്പോവാ. അപ്പൊ ഞാനോ? നീ ജീവിതകാലം മുഴുവൻ നാട്ടുകാരുടെ വിഴുപ്പലക്കി കൊണ്ട് ഇവിടെ കഴിഞ്ഞോ? എന്നെ ഒറ്റയ്ക്കാക്കിട്ട് നീയൊക്കെ മാത്രം അങ്ങനെ സൂഹിക്കണ്ട. കാട്ടിലെങ്കിൽ കാട്ടില്, കോരപ്പനെങ്കിൽ കോരപ്പൻ. ജെയിംസ് അച്ചായന് ഇനി എന്നെ മനസ്സിലായിട്ടില്ല. അവസാനമായി ഒരു നോക്ക് കാണാനാ.
ഞാൻ ആരും കാണാതെ ഓടിക്കതച്ച് വന്നത്. ഒരു പക്ഷേ ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ? ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല നിന്റെ അപ്പനെ പോലെ നീ കരുതണ്ടാവല്ലേ? സ്നേഹത്തെയും മണത്തെയും ത്രാസിൽ ചോക്ക് നിന്റെ അപ്പച്ചനുണ്ടല്ലോ. ഞാൻ മൂക്കൊണ്ട് എണ്ണ പറയും കേട്ടോടി. മണ്ണെണ്ണ ഒഴിക്കുന്നതൊക്കെ പിന്നെ ആദ്യം നീ അങ്ങോട്ട് കര അടയ്ക്കാൻ സഹായിക്കടാ. അതുവരെ ഞാൻ വേണേലും ഒന്ന് ഹാൻഡിൽ ശശി നിന്റെ അളിയൻ പൂട്ടല്ലേ നിന്റെ അളിയനെ കൂടെ അകത്തിട്ട് പൂട്ടാം. മാറ്റും. ആരോട് ചോദിച്ചിട്ടാടാ കട പൂട്ടുന്നേ? എന്റെ കട ഇഷ്ടമുള്ള പൂട്ടും ഇഷ്ടമുള്ള പണ്ട്. ഇനി എന്നോട് കൂടി ചോദിച്ചിട്ട് വേണം തുറക്കാനും പൂട്ടാനും. താക്കോലെടുക്കടാ. അതെന്തിനാ? സ്ത്രീധന തുക ഈടാക്കുന്നത് വരെ നിന്റെ പേരിലുള്ള സർവ്വവിധ സ്ഥാപന ജംഗമ സ്വത്തുക്കളും ഞാൻ പിടിച്ചെടുത്തിരിക്കുന്നു. പിടിച്ചെടുക്കാൻ തന്നെ കോടതിയോ? അതേടാ, നീയൊക്കെ കാട്ടുപോയാൽ ആ കോരപ്പന്റെ കൈ കൊണ്ട് ചാകും തീർച്ച. പിന്നെ എന്റെ പണം ആര് തരും? അതുകൊണ്ട് കട ഇനി ഞാൻ നടത്തിക്കോളാം. എന്റെ പൊന്നളിയ, സിറ്റിയിൽ അളിയന്റെ കട കുളവാക്കിയ പോലെ ഇതും പൂട്ടിക്കണോ? പൂട്ടിക്കും. എന്നിട്ട് ഞാൻ നിന്റെ പെങ്ങളെ വെച്ചൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. എന്റെ പൊന്നളിയ, ചതിക്കല്ലേ? അതേടാ, നല്ല ഒന്നാം തരം ഒരു ബ്യൂട്ടി പാർലർ. ഗുഡ് ഐഡിയ. അളിയ ഒരു കാര്യം കൂടെ ചെയ്യും. ഒരു ഐസ്ക്രീം പാർലർ തുടങ്ങും. എന്നിട്ട് നാട്ടിലുള്ള പ്രമുഖന്മാരെയൊക്കെ വിളിച്ചാ അളിയന് പെട്ടെന്ന് പെൺവാണി പക്കം ചെയ്യണം. അങ്ങനെ കട തിരിച്ചും കിട്ടും. അതെ, അച്ചായത്തൊന്നല്ലോ. ഹായ്. സോറി, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ലേശം വൈകിയതേ ഉള്ളൂ. പോടാ പിടിയടാ. നിങ്ങൾ 4 പേര് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നെ ഏതാണ് ഈ തവള? അയ്യോ വേണ്ട. തവളയല്ല. നമ്മുടെ ശശിയുടെ അളിയനാ. ഓ, ഇവനാണ് ആ പ്രശ്നക്കാരൻ. എടാ, പെണ്ണിനെ കെട്ടിച്ചെന്നാ മാത്രം പോരാ, നിനക്ക് പണം വേണം അല്ലടാ. മതി. ശശിയുടെ കടയുടെ താക്കോൽ ഇയാൾ മേടിച്ചു വെച്ചേക്കുവാ. എടുക്കട താക്കോല്, എടുക്കടാ. ഇനി മേലാൽ ഈ ഏരിയയിൽ നിന്നെ കണ്ടുപോകരുത്. ഓടണതണ്ടി. ട്രൈ മക്കളെ, ട്രൈ. ലൈഫ് ഈസ് എ ചലഞ്ച്. അമിതാഭ് ബച്ചനെങ്ങാനും ഇതിലെ വന്നെങ്കിൽ തെണ്ടിപ്പോയേനെ. പിന്നെ അയാൾ കാട് കയറി നടക്കുകയല്ല തെണ്ടാൻ. കാട്ടിൽ കയറിയാൽ എങ്ങനെ തെണ്ടിത്തരം പറയാടാ തെണ്ടികളെ. വായിക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ആ തള്ളയുടെ ഒടുക്കത്തെ പറച്ചിൽ. അവര് പറഞ്ഞ സത്യമല്ലേ? ഈ കാട്ടിൽ ഒന്നൂർ ആരെങ്കിലും തിരിച്ചു പോയിട്ടുണ്ടോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒരു പ്രേതമായിട്ടെങ്കിലും വന്ന് ഞാൻ തള്ളത്തിട്ടു. നീ എന്താണോ ചിരിക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, നാട്ടുകാർക്ക് കംപ്ലീറ്റ് അലക്കണം. അപ്പനെ ഇപ്പം നാട്ടുകാരെടുത്ത് അലക്കായിരിക്കും. നാട്ടുകാരുടെ തുണി പോരാത്തോണ്ട് അപ്പൻ ആകെ ഉണ്ടായിരുന്ന അണ്ടൂർ അടിച്ചോണ്ടാ ഞാനിങ്ങ് പോകുന്നത്. അയ്യേട്ടാ, നല്ല സ്നേഹമുള്ള പൊന്നാര മോൻ. എഴുന്നേക്കട്. ഒന്ന് വേഗം നടക്കന്റെ കോമള. നീ ആ ശബ്ദം കേട്ടില്ലേ? കോരപ്പന്റെ കരച്ചില്. എടാ, അത് ചീവീട് കരനാണ്. നീ ഒന്ന് ഫ്രണ്ടിൽ നടന്നേ. നടക്ക്. ചീവീടിന്റെ കരച്ചിൽ ഇത്രയും ശബ്ദമാണെങ്കിൽ കോരപ്പന്റെ കരച്ചിൽ എന്തൊരു ഒച്ചയായിരിക്കും. കണ്ണ് കാണാൻ പറ്റണ്ടേ? ഇതിനകത്തൊക്കെ പാമ്പുണ്ടാവോ? പേടിച്ച് ചാവാറായി. ഇനി ഞാൻ മുമ്പോട്ടില്ല. ഇങ്ങനെ കുറെ പേടിച്ചു തുറമാര്. നിങ്ങൾക്കൊക്കെ പേടിയാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ മുമ്പിൽ നടക്ക്, നീ പുറകെ നടക്ക്. അപ്പൊ നീയോ? ഞാൻ നടുക്ക് നടക്കാം. അത് വേണ്ട, ഞാൻ നടുക്ക് കിടന്നോളാം. നീ എങ്ങോട്ടെങ്കിലും നടക്ക്. പിന്നെ ഞാൻ മുമ്പിലായി. ഈശ്വരാ, ഞാൻ വീണ്ടും മുമ്പില്. നടക്കണം അങ്ങോട്ട്. ഇറങ്ങും, സൂക്ഷിക്കണം കേട്ടോ, കംപ്ലീറ്റ് ചെളിയാണ്. അതിന് ഞങ്ങൾ നിന്റെ തലയിൽ കൂടി അല്ലല്ലോ നടക്കണത്. ഈ കാട്ടിലൊരാളനക്കം പോലും ഇല്ല. വായ അനക്കാതെ നടക്കടാ. ഇവിടെ പിന്നെ ആരും നിന്റെ ഡ്രസ് അഴിക്കില്ല. കോരപ്പനെ പിടിച്ച ഉടൻ തന്നെ ഒരു അഗ്രിമെന്റ് ഒപ്പിക്കും. മീശ വെട്ടാനുള്ള കോൺട്രാക്ട് എനിക്ക് തരണം. എന്ന് അലക്കാനുള്ള ആരെ കാണുന്നില്ലോ? അവര് നമ്മളെ കണ്ടിട്ടുണ്ടാവും. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. കാര്യം പന്തികേടാണ്.
ഈ വള്ളി ആരാ? വന്നൊന്നുമല്ല മനുഷ്യന് മനസ്സിലാവണ ഭാഷ പറ. താനാരും കോരപ്പന്റെ അപ്പനാ? ചാരായമാണെങ്കിൽ തരാ. എന്നാ കുടിച്ചോ. ചാരായല്ലേ? പിന്നെ പൈസ 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 ഭയങ്കര വിലയാണ്. ഇതിന് 5 രൂപയുണ്ട്. ഇതും കൊണ്ട് നാട്ടിൽ ചെന്നാ പൈസ ഹോട്ടലിൽ താമസിക്കാം, പൈസ ഫ്ലൈറ്റിൽ കയറാം, പൈസ കപ്പലിൽ കയറാം, പൈസ കാശ് അയ്യോ പാല് വിടുവാ. പോകും അവിടെ നിന്ന്. വേറെ പാലും കൊടുത്ത് നാട്ടിൽ ഇറങ്ങി നടക്കാനുള്ളതാ. താനും എന്റെ അപ്പന്റെ അടുത്ത് ഷർട്ട് അലക്കാൻ കൊടുത്തിരുന്ന. അപ്പന്റെ അടുത്ത് അലക്കാൻ കൊടുത്തിരുന്നവർക്ക് ഇപ്പൊ ഈ അവസ്ഥയിലായി. കോമളനെ കാട്ടാളം കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? അവന്റെ അച്ഛനോട് നമ്മൾ എന്ത് സമാധാനം പറയൂടാ? പോകട്ടും പോടാ. കാട്ടില് സ്ഥിരമായി തുണി ഉള്ളതാരടാ. പോലാൽ പോകട്ടും പോടാ. എന്താ ഞാൻ ഹാപ്പിയാണടാ. എനിക്കും എന്റെ അച്ഛനും നാട്ടിലുള്ള പോലെ തന്നെ കാട്ടിലും ഒരുപാട് ഫാൻസ് ഉണ്ടടാ. അതായിരിക്കും നിന്റെ ഫാൻസ് അയാൾ ഊരി മേടിച്ചത്. അത് അച്ഛന്റെ അവസാനത്തെ ആഗ്രഹപ്രകാരം ഞാനേക്ക് ദാനം ചെയ്തതാ. നോക്കി നിൽക്കാതെ വരിനടാ. നമുക്ക് കോരപ്പനെ പിടിക്കാനുള്ള യാത്ര തുടരാം. ഫോളോ മീ. ഫോളോ മീ. എന്ന് തീരും ഈ നടപ്പ്. എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നടാ. എന്നാ എനിക്ക് മൂത്രം. ഇതാ കുഴപ്പം. ഒരുത്തൻ എന്തെങ്കിലും തോന്നിയാൽ എല്ലാവർക്കും അത് തന്നെ വേണം. ഈ ഒത്തൊരുമ എപ്പോഴും കാണണം. ഈ സിബിത് എവിടെ പോയി കിടക്കണം? നമ്മുടെ പോലെ തന്നെ പറഞ്ഞത് വേണോ? ആരെ കൊല്ലാൻ വരുന്നേ? ആരെ രക്ഷിക്കണേ? അയ്യോ സർക്കാരിന്റെ ഓണത്തിനുള്ള സ്പെഷ്യൽ അരിയാ. ഈ വിറകുണ്ടെങ്കിൽ ഇത് വരികയില്ല. പോയി വിറകെടുത്തുണ്ടോ? പോ. ഞാനിവിടെ പച്ചക്കറി അരിയുന്ന കണ്ടില്ലേ? ഒരു മരം കൂടെ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ. പട്ടി ഞാൻ ഇവിടെ വെറുതെ ഇരിക്കണ പട്ട അടിച്ചോണ്ടിരിക്കണ കണ്ടില്ലടാ. ചവിട്ട് വെച്ചോണ്ടല്ല. നീ ഇന്ന് വിറകൊണ്ടിരില്ലേ? എന്നാ നീ ഇന്ന് ഞണ്ണണ്ട. അയ്യോ അത് പറ്റൂല. എന്ന് ചെല്ല്. എന്റെ കരിമാനന്തം പുരാനെ. വീട്ടിലാണെങ്കിൽ നാട്ടുകാരുടെ ശല്യം, കാട്ടിലാണെങ്കിൽ കൂട്ടുകാരുടെ ശല്യം. പോ. എന്ത് ചെയ്യാനാ കാലം മാറി. ഇത്രയും വലിയ കാട്ടില് തീയരിക്കാൻ ഒരു തുള്ളി വിറവില്ല. മുങ്ങിച്ചാവാനുള്ള വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല എന്ന് പറഞ്ഞതുപോലെ ആയി. നമുക്ക് മുമ്പ് ഇവിടെ ആരോ വന്ന് താമസിച്ചിരിക്കണം. നല്ല കറക്റ്റ് അളവിന് വിറകൊക്കെ ചെത്തിച്ചീവി ഇട്ടാക്കിയല്ലേ. എടാ സസിയേ, തേങ്ങ വേണോടാ? നല്ല ഉണങ്ങിയതാ. എടുത്തോണ്ടോ, ചമ്മന്തി അരയ്ക്കാം. നിന്റെയൊക്കെ നോട്ടം കണ്ട തേങ്ങ ആദ്യമായിട്ട് കാണണമെന്ന് തോന്നുമല്ലോ.
നമ്മള് നാട്ടിലെ സ്ഥിരമായിട്ട് കാണുന്നല്ലടാ. മൂത്രമല്ലടാ ചാരായോ. നിന്റെ ഒക്കെ മുഖത്ത് മൂത്രം തന്നെ ഒഴിക്കേണ്ടത്. ബോധമില്ല എടുക്കുമ്പോ ചാരല്ല പുണ്യാന്ന് കളിക്കാം. ഇന്ന് ഇതിലും ഭേദം നീ ബോധം കിടന്നു തന്നെയാ. എന്തൊരു നീളമുള്ള പുല്ല്. അതെ, നല്ല കോലം മുടി പോലെ ഉണ്ട്. കത്രി ഉണ്ടായിരുന്ന വെട്ടി നടത്തായിരുന്നല്ലേ? തൊഴില് മറന്നില്ല. ഇത് കോരപ്പന്റെ പുഞ്ചകൃഷിയായിരിക്കും. ഏറ്റും പാടില്ല, വല്ല പാമ്പുണ്ടാവുന്ന അത് പാമ്പല്ല, ജയമിന്റെ ഉണ്ടായിരുന്നു. ഈ കാട്ടിൽ എന്തോരം കീഴാനെല്ലിയാടാ. കീഴാർനെല്ലിയോ? അങ്ങനെ ഒരു സംഭവം നടന്നു. സൂര്യനെല്ലി എന്ന് കേട്ടിട്ടുണ്ട്. ഇതെപ്പോ നടന്നു? ഇനി റെസ്റ്റ് എടുത്തോളൂ. തകട തകമി തകട തകമി തണ്ടാല. അയ്യോ 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 താഴെ ഈ തടീന് എന്ത് പറ്റി? അയ്യോ മുളക് പൊടി. ഇവന്മാരെ തളയ്ക്കാൻ മുളക് പൊടി പൂഴിക്കിടക്കം തന്നെയാകാം. എന്റെ മുളകേശ്വരി അമ്മേ. അയ്യോ ശുക്രിയ ശുക്രിയ. 2 മണിക്കൂർ നേരത്തേക്ക് ഇനി അവൻ കണ്ണുറങ്ങൂല. ധൈര്യമായിട്ട് അടിച്ചോടാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇനി അടിച്ചോ. ശശി, ഇനി ഓന്മാരെ കണ്ണുറക്കുന്നതിന് മുമ്പ് ഓടിക്കോടാ. ഓടിക്കോ. ഇപ്പോഴെനിക്ക് ജീവൻ വേണത്. അമ്മമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഞാൻ വിചാരിച്ചില്ല അളിയാ. ആ മുളക് പൊടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ പൊടി പോലും കാണൂലേ. നോക്ക്. കണ്ടിട്ട് വനകന്യയാണെന്ന് തോന്നുന്നു. ഏയ് വനയക്ഷിയായിരിക്കും. അപ്സരസിനെ കണ്ടാൽ നിനക്ക് പൂതനയാണെന്നല്ലേ തോന്നുന്നു. ഏതായാലും വഴി വയ്ക്കാൻ ഒരാളായി വാ.
എക്സ്ക്യൂസ് മീ, വേർ ഈസ് കോരപ്പൻസ് ഹൗസ്? ഇവന്റെ ഒരു കാര്യം, എടാ ഒരു കാട്ടിൽ സുന്ദരി പെണ്ണ് കണ്ട അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കണം. എടാ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്നും ധരിക്കരുത്. അല്ല ധരിച്ചോ. ഈ കോരപ്പൻ ചേട്ടനെ കാണാൻ എന്തൊരു വഴി? കാണുന്നു എന്തിനു പിടിക്കാനല്ലേ? ചുമ്മാ ഞങ്ങള് കോരപ്പൻ ചേട്ടൻ സ്വന്തക്കാരാ. അതെ, റിലേറ്റീവ്സ്. അതായത് നേരിട്ടൊന്ന് കണ്ടിരുന്നെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിച്ചൂടെ? ഇനി ഒന്നും പറയണ്ട, ഞാനൊന്ന് നോക്കട്ടെ. നാട്ടിലെ പെൺകുട്ടികളെ പോലെ സോഫ്റ്റ് ആണോ കാട്ടിലെ പെൺകുട്ടികളെ? നീ എന്ത് കാണിക്കാൻ പോണു? കോമളിനെ കാണുന്നില്ല. ഈശ്വര, ഇനി കോരപ്പം കൊണ്ടുപോയോ? ഇറങ്ങി തപ്പിയാലോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. എടാ കേറി വേണ, ആ കാലമടം വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. വരാൻ പറ്റൂല, അവനെ കൊണ്ടുപോയി ഞാൻ വരും. നീ എന്തേ പറയുന്നേ? അതേടാ, വെള്ളത്തിനടിയിൽ വെച്ച് ഞാനൊരു കത്രിക പൂട്ടിട്ടു. അതോടെ അയാൾ എന്റെ പിടിയിലായി. എന്നിട്ട് അയാൾ എവിടെ? പോവരുത്. ഞാൻ തുപ്പാക്കി ശുദ്ധൻ, ഈ കാടിനെ കിടുകിടാ വിറപ്പിക്കുന്ന മാവീരൻ. ഈ കാട്ടിലെ വന്യമൃഗങ്ങളെ മുതൽ പോലീസുകാരെ വരെ തുരുതുരാ വെടിവെച്ചു കൊല്ലുന്ന കോരപ്പന്റെ ഒരേ ഒരു ദോസ്ത്. എന്റെ കണ്ണും വെട്ടിച്ച് ഞങ്ങളുടെ കാട്ടിൽ വന്ന് ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് കളിക്കുന്നോടാ. നടക്കണ പറ, ആരൊക്കെയാ നിങ്ങൾ? എന്തിനാ ഇവിടെ വന്നത്? കോരപ്പൻ സാറിനെ പിടിക്കാനാ. കോരപ്പനെ പിടിക്കാനോ? എടാ ജാഞ്ഞൂലേ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? അത് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എടാ എന്റെ അണ്ണന്റെ രോമത്തെ തൊടാൻ പോലും നിന്നെ കൊണ്ടത് സാധ്യമല്ല. എന്താ പറയുന്നത്? അല്ല, ഈ രോമം കിട്ടിയിട്ട് കാര്യമില്ല, കിട്ടണേ മുഴുവനായിട്ട് കിട്ടണം എന്ന് പറഞ്ഞാണ്. ലക്ഷക്കണക്കിന് പോലീസും പട്ടാളവും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യത്തിനാണ് നീയൊക്കെ വന്നിരിക്കുന്നത്. ഇതെങ്ങാനും കോരപ്പണ്ണൻ അറിഞ്ഞാലുണ്ടല്ലോ, അറിഞ്ഞാൽ ചോരപ്പുഴ ഒഴുകും. അല്ലെങ്കിലേ ശരീരത്തിൽ ചോരയില്ല, അതിന്റെ കൂടെ പുഴ കൂടെ ഒഴുകിയാല്. കോരപ്പനെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയാം? 2000 ആനകളുടെ 4000 കൊമ്പുകൾ പറിച്ചെടുത്ത് മെത്തയൊരുക്കി അതിൽ അന്തി ഉറങ്ങുന്നവനാണ് കോരപ്പൻ. 25ഓളം ഫോറസ്റ്റുകാരെ ബന്ദികളാക്കി അവരുടെ കണ്ണുകൾ തുരന്നെടുത്തവനാണ് കോരപ്പൻ. ഇപ്പൊ പോലും ദാ അവിടെ ഒരു സംഘം പോലീസുകാരുടെ എല്ലുകൾ ചുള്ളിക്കമ്പ് പോലെ ഒടിക്കുകയാണ് കോരപ്പൻ. പോലീസുകാർ വന്നാലും തന്റെ ചെറിയ വിരൽ കൊണ്ട് അമ്മാനമാടുന്ന കോരപ്പണ്ണനെ ഈ കാട്ടിലെ കാണ്ടാമൃഗം, കടുവ, ആന, പുലി, എലി തുടങ്ങിയ വന്യമൃഗങ്ങൾക്ക് പോലും പേടിയാടാ. എലി വന്യമൃഗമാണോ? ഇവരെ കെട്ടണം. കെട്ടി തുപ്പാക്കി ചേട്ടാ, ഇനി എന്നെ ആര് കെട്ടും? നിന്നെ ഞാൻ കെട്ടും. ഞാൻ പോയി കോരപ്പണ്ണനെ വിളിച്ചോണ്ട് വരാം. നിന്നെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കും. മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഈ കാട് ചുറ്റും ഞങ്ങളുടെ ആൾക്കാരാ. സൂക്ഷിച്ചോ, രക്ഷപ്പെടൂല. അണ്ണാ കോരപ്പണ്ണ എവിടെ പോയി കിടക്കുന്നു? എന്താണ് കഴുതേ പോത്ത് പോലെ കിടന്ന് അലർന്ന്? അണ്ണാ, അങ്ങനെ പിടിക്കാൻ 4 പേര് പോലീസുകാരാന്നാ തോന്നണേ. നിന്റെ അമ്മോ, ഇന്നെ റാഞ്ചാനായിരിക്കും. പണ്ടാറങ്ങള് കാട്ടിൽ മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കൂലേ? ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ.
വേണ്ടടാ, നീ പറഞ്ഞ കേട്ടിട്ടാണ് ഞാൻ ഈ രീതിയിലായത്. വേണ്ട, പോലീസ് പിടിച്ചാലും വേണ്ടില്ല. നീ പറഞ്ഞത് ഞാൻ കേൾക്കൂല. ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ടങ്ങ് തോട്. അതിനെങ്ങനെയാണ് നീ പിടിച്ചോണ്ടത്? ഞാൻ എങ്ങനെ ഓടും? അന്ന് ഇനി ഓടേണ്ട ആവശ്യം വരില്ല. പകരം നീ ഓടി എന്നെ പിടിച്ചോടിക്കാൻ പോവാണല്ലേ? അതല്ല, അവരെ 4 പേരെ ഞാൻ കെട്ടി. നിനക്ക് അതിനുള്ള യോഗയുള്ളൂ, അല്ലാതെ പെണ്ണിട്ടാനുള്ള യോഗം നിനക്കില്ല. അതല്ല, അവരെ 4 പേരെ മരത്തെ പിടിച്ച് കെട്ടി. എന്ത് പോകരുതേണ്ടത് കാണിച്ചേ? നീ അവരെന്ത് ചെയ്യാൻ പോണ്? ഞാനൊന്നും ചെയ്യാൻ പോണില്ലേ. ആശാന്റെ വീരസാഹസിക കഥകളാണെന്നും പറഞ്ഞ് ഞാൻ കുറെ കള്ള കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അവന്മാര് കേട്ട് കിടകിടാ വിറച്ചു. നാട്ടിലെ കോരപ്പനല്ല കാട്ടിലെ കോരപ്പനെന്ന് അവന്മാര് നാട്ടിൽ ചെന്ന് പറഞ്ഞാലുണ്ടല്ല, ഇവിടുത്തെ മനസമാധാനം കൂടി പോകും. അല്ലാതെ എന്താ? എന്നാലും എന്റെ തുപ്പാക്കി ഈ ആവശ്യമില്ലാത്ത കഥകളൊക്കെ എന്താണ് അവരോട് എന്ന് പറഞ്ഞത്? ഞാനിപ്പോ വരാം. എവിടെ പോണ്? അവന്മാരോട് സത്യം മുഴുവൻ തുറന്നു പറയാൻ പോണ്. എന്തെന്ന്? ആശാൻ ഒരു പേടിത്തൊണ്ടനാണെന്നും ഒരു ഉണക്ക തുപ്പാക്കിയും ഒരു കപ്പട വീസയും കുറെ കള്ള കഥകളും അല്ലാതെ ഒരു ചുക്കുമില്ലെന്നും വേണമെങ്കിൽ പുല്ലുപോലെ പിടിച്ചോണ്ട് പൊറ്റോന്ന് പറയാം. അപ്പൊ സമാധാനമാവുമല്ലോ. വേണ്ട വേണ്ട, അതൊന്നും അവരോട് പറയണ്ട. എന്നാലേ ഇങ്ങോട്ട് വാ, ഞാൻ പറയുന്ന കൊണ്ട് കേക്ക്. ഈ തോക്ക് അങ്ങോട്ട് പിടിക്ക്. ആദ്യം അവന്മാരെ ഒരു ബെരട്ട് പറയണം, പിന്നെ തട്ടണം. ഞാനോ? ആ വിവരം ഈ നാട് മുഴുവനും അറിയണം. എന്നാ പൂർത്തിയായി. ആ ചെവി കൊണ്ടേ ഒരു രഹസ്യം പറയട്ടെ. ആരും ഒന്നും കേൾക്കാനില്ലാതെ കാറ്റുന്നാണ് ചെവിയിൽ രഹസ്യം പറഞ്ഞത്. പറഞ്ഞു തോൽക്കടോ ഈ നാം പേച്ചി. നാട്ടിൽ കിടന്ന് നാട്ടുകാരെ കൈകൊണ്ട് ചാവാനായിരുന്നു യോഗം. അതിപ്പോ കാട്ടിൽ കിടന്ന് കോരപ്പന്റെ കൈ കൊണ്ട് ആവുമല്ലോ എന്റെ ഈശ്വര. ഞാൻ അപ്പോഴേ പറഞ്ഞ കാട്ടിൽ കിടന്നുള്ള ഈ കളി വേണ്ടെന്ന്. ഇപ്പൊ അനുഭവിച്ചോ? നീ എപ്പോ പറഞ്ഞു? ഞാനല്ലേ പറഞ്ഞു. അപ്പൊ ആരും കേട്ടില്ലല്ലോ. നീ ഒന്നും അല്ലടാ തെണ്ടികളെ, ഞാനാ പറഞ്ഞത്. ഒന്നല്ല 100 വട്ടം. അന്ന് നീ കേട്ടാ? കോരപ്പണ്ണ, തോക്ക് കയ്യിന്ന് പോകരുത് കേട്ടാ. അയ്യോ, 4 നല്ല തടിമെടുക്കന്മാര്. ഞാനില്ല, എന്റെ കുട്ടികൾ പറ്റില്ലാവും. ഞാനില്ല, ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. അയ്യോ കോരപ്പൻ. എന്റെ കർത്താവേ. നിക്കണില്ലടാ. എന്തു പറ്റിയണ്ണ? ഒന്നുമില്ല, ഒച്ചടച്ചു പോയി. കണ്ട കഴുത്തി തിരിച്ചുകൊല്ലാനാ പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഓവറാക്കണ്ടെന്ന്. അവന്മാരെങ്ങാനും ഇറങ്ങി വന്ന് ഇടിച്ചാൽ ഇത് കാറ്റു പോവും. അത് ആലോചിച്ചിട്ട് എനിക്ക് കയ്യും കാലും നിറച്ച് നിൽക്കാൻ വയ്യ. കൈ ഒട്ടാനാണെന്നാ തോന്നുന്നു. നാട്ടുകാർക്ക് വെട്ടി വെട്ടി നിനക്ക് ഒരു ഓർമ്മയുള്ളൂ. ഞാൻ തിരിച്ചു പോവാണ്. ഈ എന്നവരെ അയച്ചു വിട്ടാള്. വേണ്ട, കുറച്ചു നാൾ കെട്ടിയിട്ട് വരട്ടാം. അതിന് അവന്മാർക്ക് തീറ്റ നിന്റെ അപ്പൻ കൊടുക്കുവോ? അപ്പനെ തട്ടാനാ പ്ലാൻ. പോയി അവന്മാരെ വരട്ടിയില്ലെങ്കിലേ ഉള്ള കഥയൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞു കൊടുക്കും. പോലീസുകാർ കാട്ടി വന്ന് പൊക്കി എടുത്തോട്ട് പോകും. ചതിക്കല്ലോ തുപ്പാക്കി. എന്നാ തുപ്പാക്കി കൂടി വാ, നമുക്ക് ഒപ്പരം പോയി നോക്കാം. തുപ്പാക്കി തുപ്പാക്കിയിട്. ഞങ്ങളെ കൊല്ലല്ലേ. ആരോട് ചോദിച്ചിട്ടാണ് എന്റെ കാട്ടിൽ കയറി? ഒരു അബദ്ധം പറ്റി കാട്ടി കയറി പോയതാ. കാട്ടിൽ പോയിട്ട് ഞങ്ങൾ നാട്ടിൽ പോലും കയറൂല. ആ എലുമ്പനെ പിടിച്ച് ഈറ്റപ്പുലി കിട്ടൂടി. അടുത്ത് നിൽക്കുന്ന മന്ദബുദ്ധിയെ പിടിച്ച് ആനക്കൂട്ടത്തിൽ എറിഞ്ഞുകൂടി ചവിട്ടി അരക്കട്ടെ. ഞങ്ങളെ കൊന്ന ഒരുപാട് പെൺകുട്ടികൾ വഴിയാധാരമായി പോകും കോരപ്പൻ ചേട്ടാ. ഒരു ദയ ഞാൻ നിങ്ങളോട് കാണിക്കാം. ഒരുത്തനെ ഞാൻ വെറുതെ വിടാം. നാട്ടിൽ പോയിട്ട് എന്റെ വീരകഥകൾ പ്രചരിപ്പിക്കാൻ അതാരാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതെ, ഒരു സംശയം വേണ്ട, എന്നെ വിട്ടാ മതി. ഞാൻ നല്ല പരസ്യം കൊടുക്കാം. കോർപ്പിച്ചിട്ട് ഇവൻ കാലൂർ ഞാൻ പോയി പറയാം. എന്റെ മേഴ്സിയെ വിധവയാക്കരുത് ചേട്ടാ. എന്നെ വിട്ടോളൂ, പക്ഷെ ഒരു നിബന്ധന. അതിർത്തി കടക്കുവോളം കോരപ്പൻ ചേട്ട കൂടെ വരണം. കാട്ടിൽ കൂടെ ഒറ്റയ്ക്ക് പോയി എനിക്ക് പേടിയാ. തുപ്പാക്കി അണ്ണാ, ഇവന്മാര് ശരിയല്ല. ഞാൻ എന്റെ തീരുമാനം മാറ്റാണ്. ഒരുത്തനെ ഞാൻ വെറുതെ വിടൂല. വിടണ്ട, വെക്കണ്ട വിടി. കൂടുതൽ ഉന്നം വെക്കണ്ട, ഉണ്ടയില്ല. ഉണ്ടെങ്കിലും എനിക്ക് ഉന്നല്ല. എന്തെയും പറഞ്ഞ പിന്തിരിപ്പിക്കണാത്ത എന്തി. ഇത് ദുർഗാഷ്ടമിയാണ്, മനുഷ്യക്കുരുതി പാടില്ല. ഓഹോ, നേരോ? അതിന്നാ? ദുർഗാഷ്ടമിയും പൗർണമി ആയതുകൊണ്ട് കുരുതി നാളത്തേക്ക്. കേട്ടോ, ഈ കാട് എനിക്ക് സ്വന്താ, കോരപ്പന്റെ മാത്രം. മനുഷ്യഗന്ധ ഇവിടെ വന്നാൽ തേടിപ്പിടിച്ച് കുടൽമാലെടുത്ത് നമുക്ക് ഒരു നാളെ തട്ടാം. ശരി, നാളെങ്കിൽ നാളെ. നാളെ നമ്മളെ കൊല്ലും. എല്ലാവരും വയറും നൊട്ടിച്ച്. ഇനി ഒട്ടാനൊന്നുമില്ല, അല്ല തന്നെ ഒട്ടിരിക്കുക. കോമള നീ നൂണ്ട് വരണം. അയ്യോ,
ഞാൻ പുറത്തായി. ഇനി ഓരോരുത്തരായിട്ട് ഞൂണ്ടിറങ്ങി വന്ന് കെട്ടച്ചുറപ്പില്ല. ഇറങ്ങി ഇറങ്ങി ഓടിക്കോ, വേഗം രക്ഷപ്പെട്ടോ. ഓടിക്കോ, വേഗം ഓടോ, ഓട്, പോകാം, വാ. കാണാം. ഓടി വരാൻ. ഓടിക്കോ. രക്ഷപ്പെട്ടോ. നമ്മൾ രക്ഷപ്പെട്ടു. ഓടോ വേഗം. നാണമില്ലയുടെ കഴിവറുടെ മക്കളെ നിങ്ങൾക്ക് ഇത് എന്നോട് വന്ന് പറയാൻ. കൊമ്പത്തിരിക്കുന്നവർക്ക് കൈക്കൂലി കൊടുത്തും റേഞ്ചറിന്റെ കണ്ണു വെട്ടിച്ചും കൊന്നും കൊലവിളിച്ച് സമ്പാദിച്ചതാ ഈ സ്വത്തൊക്കെ. കാട്ടിലെ വനസമ്പത്ത് മുഴുവൻ ഈ GND പണിക്കർക്ക് മാത്രമുള്ളതാ. മുന്നിൽ നിൽക്കുന്നവൻ എത്ര വമ്പനാണെങ്കിലും വെട്ടിമാറ്റി മുന്നോട്ട് പോകണമെന്നല്ലേ നിന്നെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ 4 നിസ്സാരപ്പെട്ട പയ്യന്മാര് ഇത്രയും തടിമിടുക്കുള്ള നിങ്ങളെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി കാട്ടിലേക്ക് കടന്നു കളഞ്ഞെന്നോ? സാർ, അവരത്ര നിസ്സാരപ്പെട്ടവരല്ല. പോലീസിന്റെ ടിയർ ഗ്യാസിനേക്കാൾ ശക്തമായ ഒരു പൊടിവാതകം പ്രയോഗിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഓഹോ, എങ്കിൽ അവന്മാരെ ഈ കാട് വിട്ട് ഒരിടത്തേക്ക് രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. കൈയും കാലും തല്ലി ഒടിച്ചിട്ടായാലും ജീവനോടെ വേണം എനിക്കവരെ. അതെ, ഇനി 40 ലക്ഷം വേണ്ട, ഒരു പുല്ലും വേണ്ട. രക്ഷപ്പെട്ടതിന്റെ ഭാഗ്യം. പണമില്ലാതെ നാട്ടിൽ പോയാ പണമില്ലാതെ നാട്ടിൽ പോണേക്കാൾ നല്ലതാ ജീവനോടെ നാട്ടിൽ പോണത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ആൾക്കാര് കൈവിട്ട് മരിക്കണ നല്ലതാ. കോരപ്പന്റെ കാല് പിടിക്കണത്. അയ്യോ, തിരിഞ്ഞോടിക്കോ. എന്താ ഇത്ര ചിരിക്കാനും? അല്ല, ഞാൻ ആലോചിച്ച് നോക്കാണ് എന്റെ ഒരു ബുദ്ധി. അയ്യടാ, എന്റെ ഒടുക്കലത്തെ ഒരു ബുദ്ധി ആമ്പിള്ളാരില്ലേ കാണാമായിരുന്നു. എന്താണെന്നാ, ഉണ്ടയില്ലാത്തൊരു തോക്കും ചൂണ്ടി പിടിച്ചോണ്ട് എടാ തുപ്പാക്കി എന്നെ എങ്ങനെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞതൊക്കെ മറന്നുപോയാ? നീ അത് അങ്ങനെ വിചാരിച്ചില്ലേ? എടാ, ഞാൻ ആവേശം കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ ഇപ്പൊ അവര് ചത്തുവല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ഓഹോ, ഇപ്പൊ അങ്ങനെയാണോ പറയുന്നത്? അതെ. എന്നാൽ ഒരു കാര്യം ചെയ്തു, ഇതുപോലൊരു സന്ദർഭം ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വരത്തില്ല, തന്നെ അങ്ങ് മാനേജ് ചെയ്തു. നീ വേണ്ട, ഞാൻ ചെയ്തോളൂ. ഞാൻ വരണ്ട? വേണ്ട. വേണ്ടല്ലോ. വേണ്ട. എന്താണ്ട് കഴുത തീട്ടം കണ്ടായിരിച്ചിരിക്കണേ? ഇത് കണ്ടിട്ട് ആരാ ചിരിക്കാത്ത? ഏത് കണ്ടാരി? അവര് വരുന്നുണ്ട്. എവര്? ആ പിള്ളാര് വരവ് കണ്ടിട്ട് അണ്ണനെ തട്ടാൻ തന്നെ വരുവാന്നാ തോന്നുന്നത്. എന്ത് ചെയ്യും? ഇനി എന്ത് വേണമെങ്കിലും ചെയ്തു, നമുക്ക് അടുത്ത ജന്മത്തിൽ കാണാം. ടാറ്റാ. ഈ അങ്ങനെ പോവല്ല, നീ ഇവിടെ വാ. 10-16 കൊല്ലം നമ്മൾ ഒന്നിച്ച് കാട്ടിൽ ജീവിച്ചല്ലേ. നീ ഇന്ന് ഒറ്റക്കാക്കിട്ട് പോകരുത്. നീ ഇല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീയല്ല എന്റെ ഒരു ബലം. ആണല്ലോ. ആണ്. സമ്മതിച്ചല്ലോ. എങ്കില് ധൈര്യം സംഭരിച്ച് ഇങ്ങനെ മൂച്ചു പിടിച്ചങ്ങ് നിന്നോ. മതിയോ? എന്റെ പൊന്നു കോരപ്പൻ ചേട്ടൻ, ഞങ്ങളെ രക്ഷിക്കണം. അബദ്ധം പറ്റിയതാ. ഞങ്ങളോട് ഇത്ര ക്രൂരത കാണിക്കരുത്. ഞങ്ങളെ കൊല്ലൻ നിങ്ങളയച്ച ഫോഴ്സിനെ പിൻവലിക്കണം. വോയിസോ? എന്ത് വോയിസാണ് ഇവന്മാര് പറയണത്? ആ GND പണിക്കരുടെ ആൾക്കാരായിരിക്കും. ഓ, നമ്മളെ പോയിസ്. എടാ, നീയൊക്കെ നമ്മളെ ആൾക്കാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതില്ലേ? നടക്കൂല മക്കളെ, നടക്കൂല. ഈ കാല് വിട്ട് ഈ കാട് വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകൂല. കോരപ്പഞ്ചായത്തിനാണ് സത്യം. ഓ, തൊലച്ചു. ഇത് വെളുക്കാൻ തേച്ച പണ്ടായ മാതിരിയായി. അവമാനിങ്ങെത്തി. എന്ത് ചെയ്യും? യുവമാരെ നമ്മുടെ കൂടെ കണ്ട ആകെ കുഴപ്പമാവും. ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടാക്കും എവിടെ ഒളിക്കാം. അത് അതിനേക്കാ കുഴപ്പമാകും. പിന്നെ എന്ത് ചെയ്യും? യുവമാരെ ഒളിപ്പിക്കാം. എവിടെ ഒളിപ്പിക്കും? ആ പാറവിടെ കൊണ്ട് ഒളിപ്പിക്കാം. എടുത്തു കൊണ്ടുപോ, വേഗം കൊണ്ടുപോ. വേഗം എവിടെ കൊണ്ട് ഒളിപ്പിക്കും. അവരിവിടെ എത്താറായി. എവിടെയാവുമാര്? എവന്മാര്? ആ 4 പേര് എനിക്കറിയില്ല. അവന്മാര് നിങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഇങ്ങോട്ടാണല്ലോ വന്നത്. ഇങ്ങോട്ടാരും വന്നിട്ടില്ലല്ലോ. വരോ മറ്റോ ചെയ്താൽ പിടിച്ചേൽപ്പിക്കാമേ. എവിടെയായിരുന്നു ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നേ. മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. ഞാനേ 1-ന് പോയിരുന്നു, അല്ല 2-ന്. അതെ, അവൻ 2-ന് പോയതായിരുന്നു. അതെ. GNDയുടെ ആജ്ഞയനുസരിച്ച് നടന്നാൽ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ ഇതായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ജീവനോടെ വേണം അവന്മാരെ. അവന്മാര് പറഞ്ഞിട്ട് തുപ്പാക്കിയും കോരപ്പനെ പേടിക്കണുണ്ടോ? എന്തോ പ്രശ്നമുണ്ട്, ഒളിച്ചിരുന്ന് നോക്കാം. മറിച്ചായാൽ താനും തന്റെ കുടുംബവും അനുഭവിക്കും. ആ പിള്ളേരെങ്ങാണ് ഇവന്മാര് കണ്ടിരുന്നെങ്കിൽ നമ്മുടെ തല കരുതാവ് കൊണ്ടൊന്നും പറയാതെ. അവന്മാര് പോയി, ഇനി അവന്മാരെ പോയി നമുക്കൊന്ന് പേടിപ്പിക്കാം. ഇനി അവന്മാര് തിരിച്ചു കയറി എങ്ങാനും വരുമോന്നാ എന്റെ പേടി.
പേടിയുണ്ടല്ലേ? പേടിയോ? ആർക്ക്? എന്ത് പേടി? നിങ്ങൾ രണ്ടുപേരും പേടുത്തോണ്ട് പറ, അല്ലെങ്കിൽ പിന്നെ അവന്മാരെ കണ്ടിട്ട് നിങ്ങൾ എന്തിനാ പേടിച്ചു? പേടിച്ചു? ആര് പേടിച്ച്? അവരാണ് അണ്ണനെ കണ്ട് പേടിച്ചു പോയത്. അവര് ഞങ്ങളുടെ ആൾക്കാരാ. അവര് നിങ്ങളുടെ ആൾക്കാരാണ്, നിങ്ങൾ എന്തിനാ അവരെ കണ്ട് പേടിച്ചോടുന്നത്? വെറുതെ പുളു അടിക്കാതെ തുപ്പാക്കി. സത്യം പറ, അവരാരാ? അതൊന്നുമില്ല, ഞാൻ പറഞ്ഞോളാം, നീ മിണ്ടാണ്ടിരിക്ക്. പറയരുത്, ഒരു കാര്യം തുറന്ന് പറയരുത്. നീ പോടാ. ഞാൻ എല്ലാം തുറന്ന് പറയും. എനിക്ക് നീ നാടകം കളിക്കാൻ വയ്യ. എനിക്ക് പേടിയാണ്, ഭയങ്കര പേടിയാ. നിങ്ങളും പേടിയാണ്, അവരും പേടിയാണ്. എന്തിന് ഇവനെ വരെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാ. അതേടാ, പത്രങ്ങളും ടിവിയും ഒക്കെ ഊതിപ്പെരുപ്പിച്ച കോരപ്പന്റെ വീരകഥകളെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളൂ. ചന്ദനത്തടിയും ആനക്കൊമ്പും എടുത്ത് അമ്മാനമാടുന്ന കോരപ്പന്റെ ഭീകര മുഖമേ നിങ്ങൾക്കൊക്കെ അറിയും. പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഉറക്കം കെടുത്തുന്ന കാട്ടുവീരൻ കോരപ്പന്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണണ്ടേ? വാ, ഇതാണ് എന്റെ വീട്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോവില്ല. ആധുനിക യന്ത്രത്തോക്കുകളും മൈനുകളും കൈബോംബുകളും സ്വന്തമായിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള കോരപ്പന്റെ യഥാർത്ഥ സമ്പാദ്യം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? എടാ മക്കളെ, ചേട്ടന്റെ കാട്ടിൽ നഴ്സറി സ്കൂൾ നടത്തണ്ടോ? സ്കൂളൊന്നും അല്ലടാ, ഇതെന്റെ സ്വന്തം മക്കളാ. എന്റെ അമ്മോ, ഇതൊക്കെ അടവച്ച് വിരിയിച്ചതാ? അല്ല, കുടുംബാസൂത്രക്കാരെ കാണണ്ടെന്ന് പറയായിരുന്നു. സിനിമയും ടി വി ഒന്നും ഇല്ലാത്ത ഈ കാട്ടില് വേറെ എന്താണ് ഒരു എൻജോയ്മെന്റ്? ഇത് മാത്രല്ല, ഇനിയും ഉണ്ട്. എന്റെ കർത്താവേ, ഇനിയുണ്ടോ? മോളെ. മോളോ? മൂത്ത മോള്. ഇത്രയും വലിയ മോളോ? ഇതെന്റെ ഭാര്യയാണ്. മോളെ. ഇവളല്ലേ അവള്? ഇതെന്റെ മോള് സൗന്ദര്യ. പേര് പോലെ തന്നെ സുന്ദരി. ഇനി ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ചേട്ടന്റെ അമ്മാവന്റെ ഫ്രണ്ട്സാ. അണ്ണാ, യുമാരാള് ശരിയല്ലേ? തുപ്പാക്കി പാര. ഇത്രയും കാലം നീ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ ഗതിയിലായത്. ആഹാ, അപ്പൊ അമ്മാവനെ ഈ നിലയിൽ എത്തിച്ചത് ഈ കുഞ്ഞമ്മാവനാ? അതൊരു വലിയ കഥയാണ് മക്കളെ, വലിയ കഥ. RTO ഓഫീസിന് മുമ്പിൽ വണ്ടികൾക്ക് ടാക്സ് അടച്ചു കൊടുക്കുകയും ലൈസൻസ് പുതുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ സ്ഥാപനം നടത്തി വരുന്ന ആളായിരുന്നു ഞാൻ. ടാക്സും മറ്റും അടച്ചാൽ കിട്ടുന്ന തുച്ഛമായ കമ്മീഷൻ കൊണ്ടാണ് ഞാനും എന്റെ ഭാര്യ മോളും ജീവിച്ചു പോകുന്നത്. യെസ്, ബീരാൻ സ്പീക്കിംഗ്. ഇല്ലല്ലോ, ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല. ഇവിടെ ലൈസൻസ്, RC, ഇൻഷുറൻസ് ഒക്കെ അടക്കാന്നല്ലാതെ. അതെ, ഇല്ലല്ല, ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല. ഓക്കെ. രാവിലെ തുടങ്ങിയ ഫോൺ വിളിയാ, ഡ്രൈവിംഗ് പഠിപ്പിക്കോ എന്ന്. ഇവിടെ എനിക്ക് തന്നെ ഡ്രൈവിംഗ് അറിയില്ല, എന്നിട്ടാണ് നാട്ടുകാർക്ക് ഡ്രൈവിംഗ്. നിനക്ക് ഞാൻ ലോറി വരെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ. ഈ ബിസിനസ് തന്നെ ഇവിടെ നേരെ ചൊവ്വേ പോണില്ല, അതിന്റെ ഇടയിലാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കല്. ഇതേതാണ്ട് പൂട്ടാനായി. കണക്കിന് പോയാ ഇത് എപ്പ പൂട്ടിയത് ചോദിച്ചാ മതി. എന്റെ പൊന്നണ്ണ, നേരുമാർഗത്തിൽ പണം ഉണ്ടാക്കി ഈ കാലത്ത് ഒരുത്തരുടെ രക്ഷപ്പെട്ട ചരിത്രമില്ല. പിന്നെ ഞാൻ പറയുന്ന ബുദ്ധി ഇനിയെങ്കിലും ഒന്ന് കേൾക്കാമോ? എന്താണാവോ സാറിന്റെ പുതിയ ബുദ്ധി? ഇങ്ങോട്ട് വന്നേ. ഈ ബിസിനസിന്റെ കൂടെ നമ്മൾ പുതിയൊരു ബിസിനസ് കൂടി തുടങ്ങുന്നു. അതെന്ത് ബിസിനസ്? നോട്ടരട്ടിപ്പ്. എന്റെ അല്ലാ, നോട്ടരട്ടിപ്പോ? 100 രൂപ കൊടുത്താൽ 200 രൂപ, 1000 കൊടുത്താൽ 2000, 1 ലക്ഷം കൊടുത്താൽ 2 ലക്ഷം. അതേടാ, കൊടുത്താൽ ഇരട്ടി തരാൻ ആളുണ്ട്. പക്ഷെ പൊള്ളാച്ചി വരെ പോണം. അതിന് നമ്മളെ കയ്യിൽ പണം വിടറാ. പണത്തിനാണോ ബുദ്ധിമുട്ട്? ഈ ഇരിക്കുന്ന RC ബുക്കുകള് നമ്മൾ ഏതെങ്കിലും മാർവാടിക്ക് പണയം വെക്കുന്നു. എടാ, ഇത് നാട്ടുകാര് പൈസ അടക്കാൻ തന്നതാ. ഇതിൽ DSPന്റെ ബുക്ക് വരെ ഉണ്ട്. ആയിക്കോട്ടെ, ഈ ബുക്കുകൾ നമ്മൾ പണയം വെച്ചാൽ ചുരുങ്ങിയത് 5 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ കിട്ടും. ആ പണം നമ്മൾ വാങ്ങുന്നു, പൊള്ളാച്ചിക്ക് പോകുന്നു, 5 ലക്ഷം 10 ലക്ഷമാക്കുന്നു, തിരിച്ചു വരുന്നു, മാർവാടിക്ക് 5 ലക്ഷം കൊടുക്കുന്നു, ബാക്കി 5 ലക്ഷം നമ്മുടെ കയ്യിൽ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇതൊന്നും നിന്റെ തലേ കയറുന്നില്ല. ഒക്കെ ഞാൻ കയറ്റി തരാം. പുറപ്പെടു പൊള്ളാച്ചിക്ക്. അല്ലടോ, പൊള്ളാച്ചി അങ്ങാടി എന്നിട്ട് നീ ഈ ചേരിയിലേക്ക് എന്നെ വിളിച്ചോണ്ടെന്ന്? അണ്ണാ, ഈ ജാതി ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് താമസിക്കൂ. ഈ വരുന്ന അണ്ണാച്ചോട് ചോദിച്ചോക്കാം. നമസ്കാരം. നമസ്കാരം. അല്ല, ഒരു വിഷയം ചോദിച്ചോട്ടെ. ഇങ്ങ 1 രൂപ കൊടുത്താ 2 രൂപ കിടക്കുന്ന ഇടം ഇത് താനേ? 1 രൂപ கொடுத்தா 2 ரூபாய் கிடைக்கிற இடமா தெரியாதுங்களே. ஆனா 1 ஓதை கொடுத்தா
രണ്ടും അത് കിടக்கிற ഇട இதுதான் ஏன்டா டேய் ஓட்ட அண்ணாச்சி மன்னிச்சாலும் விவரில் எந்தோ പറഞ്ഞാரு பெரிய அவர் சொல்றாரு விட்டுட்டு போறேன் போடா ആറാം പറഞ്ഞ എന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോഴേ തുടങ്ങിയാണ് എന്റെ കാലക്കേട് വിവരമുള്ളൊരു അണ്ണാച്ചി ഇവിടെ ചോദിക്കാം. അതെ നീ ചോദിച്ചാൽ അടി ഉറപ്പാ ഞാൻ ചോദിച്ചോളാം അങ്ങോട്ട് ചോദിക്കും. അണ്ണാച്ചി ഇവിടെ നോട്ട് ഇരട്ടിപ്പിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് തന്നെ ഇവന് ആ സ്ഥലം എങ്കേ നോട്ട് ഇരട്ടിപ്പാ ഒന്ന് പറഞ്ഞു മര്യാദക്ക് പറഞ്ഞ കേക്കില്ല. അതാവത് 1 രൂപ കൊടുത്താ 2 രൂപ കിടക്കിற ഇടം ഇങ്ങ ഉണ്ടല്ലോ അത് എങ്കേ അത് മധുരവീര മധുരവീരൻ എംജിആറിന്റെ പഴയ സിനിമ അതിപ്പോഴും ഉണ്ട് സിനിമ ഇല്ലയാ പിന്നെ മധുരവീരൻ ലാൽജി അങ്ങ് പോയി കേള് ഓ മധുരവീരൻ ലോഡ്ജ് അല്ല ബോർഡ് എഴുതിയ തമിഴിലാ കുടുങ്ങിയത് തന്നെ നമുക്ക് വായിക്കാൻ അറിയത് മധുരൈ വീരൻ ലാഡ്ജ് എന്ന് തന്നെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. അല്ല ഇത് തന്നെയാണോ അതോ വേറെ എവിടെയും പോയി ചോദിക്കണോ? അയ്യോ സംശയിക്കണ്ട ഇത് തന്നെ. വാ നമ്മൾ വരുന്നത് നോക്കി ഒരുത്ത ഇരിക്കുന്നത് കണ്ടില്ലേ? അണ്ണാച്ചി നമസ്കാരം. നമ്മളെ മധുരവീരൻ ലോഡ്ജ് ഇതാ ഈ നോട്ട് ഇരട്ടിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലം ഇത് താഴെ. അതായത് 100 രൂപ കൊടുത്താ 200 രൂപ ആക്കി കൊടുക്കുന്ന സ്ഥലം ഇത് താനേ. இதுதானே ஓ இதுதா உள்ள கூட்டிட்டு போங்க போங்களே போங்க வாங்க வாங்கண்ணா உட்காருங்கண்ணா ஆமா எவ்வளவு இருக்கு? ഞങ്ങളുടെ കയ്യില് 5 ലക്ഷം രൂപ ഉണ്ട്. 10 ലക്ഷം രൂപ കിടക്കുമല്ലേ? കിടക്കുണ്ടാ കൊടുക്ക കൊടുക്കണ്ട. நீங்க உட்காருங்க நான் இப்ப வரேன். ഇവിടെ ഇരിക്കെ ഇത്ര ആക്രാന്തം എന്ത്? ഇതുപോലെ ഞാൻ പറയുന്നത് കേട്ടാലുണ്ടല്ലോ ഇതിലും കൂടുതൽ ഗുണമുണ്ടാവും. ഇപ്പൊ നമുക്ക് 10 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഈ 10 ലക്ഷം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്താലേ 20 ലക്ഷം രൂപ കിട്ടും. ഈ 20 ലക്ഷം വീണ്ടും അവർക്ക് തന്നെ കൊടുത്താല് 40 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ഈ 40 ലക്ഷം വീണ്ടും കൊടുത്താല് 80 ലക്ഷം റുപ്യ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1.5 കോടി ഉറുപ്പ്യ ആയിട്ട് പോയാൽ മതി. അതല്ല പിന്നെ ഒരു കാര്യം, പെട്ടി ചെറുതായി പോയി. നമുക്ക് ചാക്ക് മേടിക്കാം. ഇതാദ്യം പറയണേ പൊരയില് വലിയ ട്രങ്ക് പെട്ടിന്റെ 5 ലക്ഷം റുപ്യ മേടിച്ചോണ്ടേ 10 ലക്ഷം റുപ്യ ചവിട്ടോ. ഇതാണ് എന്റെ അരച്ചിപ്പില്ലേ? ഇതിനാണെങ്കിൽ എന്റെ പൊള്ളാച്ചി കൊണ്ടുവന്നില്ലേ? ഉനക്കല്ല നോട്ട് ഇരട്ടിപ്പ് വേണോ അല്ലേടാ? അടിച്ചൊരു വഴി പണുകടാ. പൈസയും പോയി, RC ബുക്കും പോയി, എന്റെ പുറവും പോയി. ഇനി എങ്ങനെ വണ്ടിക്കാരോട് ഞാൻ സമാധാനം പറയും? നാട്ടുകാരെ മൊത്തം നോക്കും ഞാൻ. ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ആ തെണ്ടിന്റെ വാക്ക് കേട്ട് ഞാൻ ഈ ഗതിയിലായി. കള്ളനായിന്റെ മോൻ കണ്ടോ 100 ആയിസ പറഞ്ഞ വാക്ക് കൂടിയില്ല. ഇപ്പോഴൊന്നും ചാവൂല. എന്നാ ചാവും. ഞാൻ മാത്രമല്ല അണ്ണനും ചാവും, പെണ്ണുപിള്ളയും ചാവും. എന്താണ് പിന്നെ നമ്മളന്ന് വണ്ടിയുടെ RC ബുക്കുകൾ പണയം വെച്ച് പണം വാങ്ങിയ വിവരം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. വണ്ടിയുടെ ഓണർമാരെല്ലാം കൂടെ കടയുടെ മുമ്പിൽ വന്ന് ബഹളം ഉണ്ടാക്കുക. കൂട്ടത്തിൽ ആ DSP ഉണ്ട്. പടച്ച റബ്ബേ, ഓ എല്ലാം കൂടെ എന്റെ പുറമെ ഓടി വരുന്നുണ്ട്. അയ്യോ നമ്പുരാനെ, ഞാൻ ഇതെന്ത് ചെയ്യും? ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം. പൊയ്ക്കോ. ഈ നെറി കെട്ടോന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കി ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി. നാട്ടിൽ എന്റെ മുഖം കണ്ടാൽ ഒന്നുകിൽ ആൾക്കാർ അല്ലെങ്കിൽ പോലീസുകാര് എന്റെ കയ്യും കാലും തല്ലൊടിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോഴാണ് അങ്ങനെ ഞാൻ അടുത്ത ബുദ്ധി പറഞ്ഞു കൊടുത്തത്. ബുദ്ധി മുണ്ടിപ്പോരുത്. നിങ്ങൾക്കറിയോ, പലയിടത്തും ഞങ്ങൾ ഒളിച്ചു താമസിച്ചു. ആളുകൾ തിരിച്ചറിഞ്ഞോടെ അതും ഉപേക്ഷിക്കേണ്ടി വന്നു. ഒടുവിൽ ഈ തെണ്ടി പറഞ്ഞിട്ടാണ് കാട്ടിലേക്ക് ഓടിക്കയറിയത്. ആൾപ്പാർപ്പില്ലാത്ത വിശാലമായ കാട്. നാട്ടുകാരെല്ലാം മറക്കുന്നത് വരെ ഒരു ഒളിത്താവളം. പക്ഷേ ഇവിടെയും എനിക്ക് സ്വസ്ഥത ലഭിച്ചില്ല. നിർത്ത്. എന്താ പോലീസ് വരുന്നുണ്ട്. ലോറി പിടിച്ച് രക്ഷപ്പെടാനാ GNT സാർ പറഞ്ഞത്. നാട്ടിലാണെങ്കിൽ വല്ല കല്യാണപ്പുരയിലും പോയാലേ നെയ്ച്ചോറ് കുറച്ചും കിട്ടിയനെ. കോഴി ബിരിയാണി നിന്ന് നടന്ന് എന്നെ ഈ ഗതിയിലാക്കിയ നീ ഒറ്റൊരുത്തനാ. അതിനെന്താ നല്ല കാട്ടു പോത്തിനെയും കാട്ടു പന്നിയൊക്കെ കിട്ടുന്നുണ്ടോ? നീ പോയി തിന്നോ പന്നി. ഒരു ലോറി പോയി നോക്കാം. വേണ്ട, നീ വേണ്ടാത്ത കുൽമാലിന് പോണ്ട. നമ്മളെ സമയം വളരെ മോശമാണ്. ഒന്നും എന്നെ കൂടി ഞാനല്ലേ വിളിക്കുന്നത്. ധൈര്യമായിട്ട് വാ. കണ്ടിട്ട് ഓണറില്ലാത്ത വണ്ടിയാന്ന് തോന്നണ്. ഞാനേ RC ബുക്ക് കൊണ്ടു തപ്പട്ടെ. വണ്ടി പോരുത്. മേലാൽ RC ബുക്കിന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കരുത്. ഇല്ല, ഓർമ്മിപ്പിക്കുന്നില്ല. പിന്നെ അണ്ണന് ഡ്രൈവിംഗ് അറിഞ്ഞൂടാലോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പഠിപ്പിച്ചേരട്ടെ. അതങ്ങോട്ടിരുന്നു. ഇനി ആ വലത്തെ കാലെടുത്ത് ബ്രേക്കിൽ ചവിട്ടി ആക്സിലേറ്റർ ചവിട്ടി കൈ ഇങ്ങോട്ട് വെച്ച് ഈ ഇറങ്ങോട്ടെ.
എന്നിട്ട് ആ വലത്തെ കൈ പിടിച്ച് സ്വിച്ച് വലത്തോട്ട് പിടിച്ചേ. താക്കോലോടെ അത് സ്വിച്ച് അതൊന്ന് സ്റ്റാർട്ട് ആയാലും എന്ത് ചെയ്യും? എന്താക്കും? അത് ആ വളയത്തെ പിടിച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടിരുന്നാ മതിയേ. പോകേണ്ടടുത്ത് പൊയ്ക്കോളും. അവസാനത്ത് കൊല്ലി പോയി ചാടും. അത് വലത്തോട്ട് തിരിയുമ്പോ ഇടത്തോട്ട് പിടിച്ചോ, ഇടത്തോട്ട് തിരിയുമ്പോ വലത്തോട്ട് പിടിക്കണം. അങ്ങനെ എന്റെ കയ്യിൽ നിൽക്കണില്ല, ഇത് അങ്ങനെ നിർത്തും വണ്ടി. അതാണ് എനിക്കും അറിയാൻ വയ്യാത്തത്. അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നില്ല? നിനക്കും ഡ്രൈവിംഗ് അറിയൂടല്ലേ? ഇല്ല. കൊഞ്ഞോ എവിടെങ്കിലും ചവിട്ട്. പോകുന്ന വണ്ടി. പോലീസുകാരാ തോക്കും കൊണ്ട് കാറ്റിങ് കയറി വരുന്നേ. പഠിച്ചോനെ പോലീസിനെ പേടിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഈ കാട്ടിൽ പോലീസിന്റെ വയലേക്കാണല്ലോ ചെല്ലണേ. എനിക്കത് നിർത്താൻ അറിയില്ല. ജോലിയോട് മാറാൻ പറയും. പോലീസോട് മാറാൻ പറയും. എന്നാലും എന്റെ മനുഷ്യ, എന്ത് പണിയാ നിങ്ങൾ ഈ കാണിച്ചത്? ഓ, ഇനി ഇങ്ങനെ ഇരുന്ന് മോങ്ങിട്ട് എന്താ കാര്യം? ഇതൊക്കെ സിദ്ധം തെണ്ടി ഒരാള് കാരനാണ് ഞാൻ വീണ്ടും ഈ ഗതിയിലായത്. ദിവസം 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് ഞാന്. എന്നിട്ടും എനിക്ക് ഈ ഗതി വന്നല്ല. അണ്ണനെ കാണാൻ ഒരാള് വരുന്നുണ്ട്. എന്നെ പിടിക്കാനായിരിക്കും. പിടിക്കാനല്ല, രക്ഷിക്കാൻ. അതെ, രക്ഷിക്കാൻ തന്നെ. ഞാൻ GND പണിക്കർ, GN ദിവാകര പണിക്കർ, നാട് മുഴുവൻ അറിയപ്പെടുന്ന ജനസമ്മതനായ നേതാവ്. നാട്ടിലെ നേതാവിന് എന്താ കാട്ടിൽ കാര്യമെന്നാവും. പറയാം. ഈ കാട്ടിൽ ധാരാളം ചന്ദനമരവും ആനകളുണ്ട്. ആനക്കൊമ്പും ചന്ദനമരവും വിദേശത്തേക്ക് ഗവൺമെന്റ് അറിയാതെ കയറ്റിവിടുന്ന ഒരു ചെറിയ എക്സ്പോർട്ടിംഗ് ബിസിനസ്. പിന്നെ എന്റെ ചന്ദനത്തടി കയറ്റിയ ലോറിയിലാ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചത്. ആ പോലീസുകാരെ കൊന്നത് അല്ല, അത് നമ്മള് പിന്നെ അറിയാം. എനിക്ക് മാത്രം. അത് മാത്രമല്ല, നാട്ടിൽ RC ബുക്ക് പണയം വെച്ചതും നാട്ടുകാരെ കബളിപ്പിച്ച് കാട്ടിൽ ഓടിക്കയറിയതും എല്ലാം എനിക്കറിയാം. നിങ്ങളുടെ തലവെട്ടം നാട്ടിൽ കണ്ടാൽ പിന്നെ ജീവൻ ബാക്കി കിട്ടില്ല. പോരാത്തേന് ഇപ്പൊ പോലീസുകാരെ ലോറി കയറ്റി കൊന്ന കഥ നാട്ടിൽ പാട്ടായിരിക്കുന്നു. ആപത്ത് സമയത്ത് സഹായിക്കുന്നവനാ യഥാർത്ഥ സുഹൃത്ത്. ഞാൻ ബീരാനെ സഹായിക്കാം. ഈ ഉൾക്കാട്ടിൽ നിങ്ങൾക്കും കുടുംബത്തിനും ഒരഭയസ്ഥാനം, ഭക്ഷണവും വസ്ത്രവും സെക്യൂരിറ്റിയും എല്ലാം എന്റെ ഏർപ്പാടില്ല. പകരം എനിക്ക് ബീരാൻ ഒരു ഉപകാരം ചെയ്യണം. അതെന്താണ്? എന്റെ പത്രക്കാരന് നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണം. ഈ രൂപത്തിലോ? അല്ല, ഈ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറണം. ഒപ്പം പേരും. ഇനി മുതൽ നിങ്ങൾ അറിയപ്പെടുന്നത് ബീരാനെന്നല്ല, പിന്നെ കോരപ്പൻ. ഞാനോ? കോരപ്പൻ ദ ഗ്രേറ്റ്. അതോ, എനിക്കതിന് കഴിയൂല. കഴിയണം, കഴിഞ്ഞേ തീരൂ. ദാ കണ്ടില്ലേ? ഞാൻ എന്റെ പടച്ചോനെ, ഈ കാട് വിട്ട് നിങ്ങൾ എവിടെയും പോകില്ല, പോകാൻ കഴിയില്ല. കയ്യിൽ ആയുധവുമായി അവര് നിങ്ങളുടെ പിന്നാലെ കാണും. സ്നേഹത്തോടെയാണെങ്കിൽ അവര് നിങ്ങളുടെ സേവകരായിരിക്കും. മറിച്ചാണെങ്കിൽ ഈ പുഴയിൽ നിങ്ങളുടെ പിഞ്ചു മകളുടെ ശവം ഒഴുകും. എന്തു പറയുന്നു? ഒന്നും വേണ്ട, നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. ഈ വീരാനെ വിശ്വസിക്കും. വീരാനല്ല, കോരപ്പൻ. അതെ, കോരപ്പൻ. GND പണിക്കരുടെ കണ്ണ് വെട്ടിച്ച് ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചതാ. പക്ഷെ പിടിക്കപ്പെട്ടു. കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയും കാട്ടാനേക്കാൾ ശക്തിയുമുള്ള ഇവനെ നേരിടാൻ എനിക്കാവില്ലായിരുന്നു. എന്റെ ഭാര്യനെയും മോളെയും കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിയപ്പോ പിന്നെ ഞാൻ എങ്ങോട്ടും പോയില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും GND ആൾക്കാർ ഇവിടെ എത്തിച്ചേരും എന്നതായിരുന്നു ഏക ആശ്വാസം. ആ സമയത്താണ് GNDയുടെ ഒരു പത്രക്കാരൻ വന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്റെ നേരെ തോക്കും ചൂണ്ടി നിന്നപ്പം ഞാൻ അവർ ഇഷ്ടപ്രകാരം ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തു. പോലീസുകാരുടെ നാട്ടുകാരുടെ ഇടയിൽ എന്നെ ഒരു കാട്ടുരാജാവാക്കായിരുന്നു GND. ഞാനിന്ന് നാടും നഗരവും അറിയപ്പെടുന്ന ഒരു വനം കൊള്ളക്കാരൻ, കോരപ്പൻ. വരും മക്കളെ. കോരപ്പന്റെ കഥ കേട്ടല്ലോ. നാട്ടിലാകെ പേടി സ്വപ്നം. ഇവിടെയോ? നമുക്കൊരു കാര്യം ചെയ്യാം. അയാളുടെ കയ്യും കാലും വെട്ടി ചാക്കിന്റെ അകത്താക്കി കൊണ്ടുപോയാലോ? അയ്യോ, അത് പറ്റില്ല.
അതിന് നമ്മൾ ചാക്കെടുത്തില്ലല്ലോ, ബാഗല്ലേ എടുത്തോളൂ. അതെ, അടിക്കാൻ വേണ്ട, കൊല്ലാൻ വേണ്ട. ഒന്നില്ലെങ്കിലും ആ പാവം പെങ്കൊച്ചിന്റെ അച്ഛനല്ലേ? അതന്നെ എന്റെയും പ്രശ്നം. ആ പെൺകുട്ടി എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുപോയടാ. നമ്മൾ വന്ന കാര്യം മറക്കരുത്. എങ്ങനെയെങ്കിലും കോരപ്പനെ കെട്ടി നാട്ടിലെത്തിക്കണം. ശക്തിയല്ല, ബുദ്ധിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ആദ്യം ആ പെൺകുട്ടിയെ പാട്ടിലാക്കണം. ഞാൻ അവളെ അങ്ങ് ദത്തെടുത്താലോ എന്ന് ആലോചിക്കാ. അയ്യടാ, ദത്തെടുക്കാൻ പറ്റിയൊരു തമ്പുരാൻ. ഞാൻ അവൾക്കൊരു ലൈഫ് കൊടുക്കാൻ പോവാ. വളരെ നല്ലത്. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ ജീവിതത്തെ അവക്കൊടു. ഞാനൊരു ത്യാഗിയാണടാ, ത്യാഗി. നീ ഒരു ത്യാഗം ചെയ്യണ്ട. കോരപ്പന്റെ മകളെ ഞാൻ തന്നെ കല്യാണം കഴിക്കും. അയ്യടാ, നീ മാത്രം അങ്ങനെ കല്യാണിക്കണ്ട. ഒരാളെ എത്ര പേരെ കല്യാണം കഴിക്കുന്ന ആദ്യം പറ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയല്ലല്ലോ. പാഞ്ചാലി 5-8 വരെ കെട്ടിയപ്പോ നിങ്ങൾ എവിടെ ആയിരുന്നു? എപ്പോ? ഇനിയിപ്പോ അതും പറഞ്ഞോണ്ടിരിക്കണം. നേരെയല്ല, ഞാൻ പോണം. ആദ്യം അവളുടെ മനസ്സിൽ ആരാണെന്ന് മനസ്സിലാക്കുക. ഞാൻ പോയി ചോദിക്കാം. തർക്കിക്കണ്ട, ഒരു കാര്യം ചെയ്യ്, നീ പോ. ഞാൻ തന്നെ പോവാം. നീ അവിടെ നിൽക്ക്. മിനിറ്റ്. എന്തോ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നോളൂ, സിറ്റ് ഡൗൺ. ഞാൻ വന്നുകൊണ്ട് സൗന്ദര്യം പോണമെന്നില്ല. അന്യന്മാരവിടെ കളിച്ചിരിക്കുന്നുണ്ട്. സൗന്ദര്യം ഇവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാന്ന് കരുതി ഞാൻ വന്നത്. അത് സൗന്ദര്യക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. വേണ്ട, ഇരുന്നോളൂ. എവിടെയാ കൂട്ടുകാര്? അത് ഞാനിങ്ങനെ പറയും. പിന്നെ സൗന്ദര്യം ചോദിച്ചോണ്ട് സത്യം പറയാം. പെണ്ണെന്ന് പറഞ്ഞ അവന്മാര് മഹാപോറ. ഇന്ന് വരെ കാണാത്ത പോലല്ലേ പ്രവൃത്തികള്. കാടല്ലേ, കാരണം സുന്ദരിമാര് കാണുന്ന പറഞ്ഞോട് കറങ്ങിയെടുക്ക. എന്റെ ഒരു കൂട്ടുകാരല്ലേ, കറുത്ത് തടിച്ചൊരു കാണാൻ കോലില്ലാത്തൊരു ബാർബർ, വടിപ്പ്. അവന് നാട്ടിൽ 6 കാമുകിമാരുണ്ട്, 6 ലവേഴ്സ്. ഒരു സത്യാവസ്ഥ പറഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ ഒരുത്തൻ വന്ന ബുദ്ധി. പിന്നെ ഒരു ഞാനുല്ലേ, ഒരു കാട്ടുവള്ളി. അവൻ 4 കെട്ടിയതാ. 4 കെട്ടിയ നിന്റെ അച്ഛൻ. എന്തോ ഒരു ശബ്ദം. ശബ്ദോ കേട്ടാ? ഞാൻ കേട്ടില്ല. പിന്നെ കേട്ടെങ്കിൽ കാട്ടിലേരിക്കും. ഓ, അപ്പോ നാട്ടിലാരുമില്ലേ കാമുകിമാര്? അയ്യോ, എനിക്കോ? നാട്ടിൽ ഒരൊറ്റ പെമ്പിള്ളേരെ എനിക്കിഷ്ടമല്ല. പിന്നെ ഈ കാട്ടിൽ വന്നപ്പോ സൗന്ദര്യയുടെ സൗന്ദര്യം കണ്ടപ്പോൾ, കാട്ടാറിന്റെ കളകളാരവം കേട്ടപ്പോൾ, കുയിലിന്റെ മണിയൊച്ച കേട്ടപ്പോൾ, കൊമ്പനാനയുടെ അലർച്ച കേട്ടപ്പോൾ, കുതിരയുടെ കുളകുള ശബ്ദം കേട്ടപ്പോൾ, സൗന്ദര്യയുടെ സൗന്ദര്യം മന്ത് പിടിപ്പിക്കുന്നു, അല്ല മത്ത് പിടിപ്പിക്കുന്നു, ഉന്മേഷ രഹിതനാക്കുന്നു, ഉത്സാഹഭരിതനാക്കുന്നു. പിന്നെ ക്ഷമിക്കുന്നതിനൊരു അതിലുണ്ട്. ഇത് ഞങ്ങളുടെ കൂഴം. കളകളം പാടുമരുവികളിൽ കുളി കഴിഞ്ഞീരനൊടുത്തൊരുങ്ങി നീ വരൂ എന്നോമൽ കിളിമകളെ. കളകളം പാടുമരുവികളിൽ കുളി കഴിഞ്ഞീരനൊടുത്തൊരുങ്ങി നീ വരൂ എന്നോമൽ കിളിമകളെ. വെണ്ണില പൂങ്കുടിലിൽ വെള്ളിമഞ്ഞിൻ പൂഞ്ചിമിഴിൽ തൂമുളം തണ്ടിലെഴും പാട്ടും പാടി കൂട്ടിനു പോരാം. കളകളം പാടുമരുവികളിൽ കുളി കഴിഞ്ഞീരനൊടുത്തൊരുങ്ങി നീ വരൂ എന്നോമൽ കിളിമകളെ. ചന്ദനം നെറ്റിയിൽ ചാർത്തിയിടുവാൻ കൂടെ പോരും ഞാൻ. കളകളം പാടുമരുവികളിൽ കുളി കഴിഞ്ഞീരനൊടുത്തൊരുങ്ങി നീ വരൂ എന്നോമൽ കിളിമകളെ. കളകളം പാടുമരുവികളിൽ കുളി കഴിഞ്ഞീരനൊടുത്തൊരുങ്ങി നീ വരൂ എന്നോമൽ കിളിമകളെ.
പൊന്മാല്യമായി മിന്നുമീരാച്ചിപ്പിയിൽ നിന്നെ കാത്തു ഞാൻ. ഉള്ളിലെ കൈവളകൾ കിട്ടിയിരുന്നും യാമിനി എന്തിനോ എൻ ഹൃദയം പൂങ്കുയിലായി ചിറകുകൾ വീശും. കളകളം പാടും അരുവികളിൽ കുളി കഴിഞ്ഞീരനുടുത്തൊരുങ്ങി നീ വരൂ എന്നോമൽ കിളിമകളെ. കളകളം പാടും അരുവികളിൽ കുളി കഴിഞ്ഞീരനുടുത്തൊരുങ്ങി നീ വരൂ എന്നോമൽ കിളിമകളെ. എടാ കാട്ടി വന്നിട്ട് നാളെത്രയായി? ഇവിടെ എങ്ങനെ കഴിഞ്ഞാ മതിയോ? ചിലർക്കൊക്കെ അത് മതിയല്ലോ. നിനക്ക് അസൂയ? അസൂയ മാത്രമല്ലടാ, കുശുമ്പ് കൊണ്ടൊന്ന് കൂട്ടിക്കോ. നാട്ടിൽ ഞാൻ മോഹിച്ച പെണ്ണ് ഇവന്റെ കാമുകി, കാട്ടിൽ മോഹിച്ച പെണ്ണ് നിന്റെ കാമുകി. എന്റെ ഈശ്വര, അടുത്ത ജന്മമെങ്കിൽ എന്നെ ഒരു മിസ്റ്റർ ഇന്ത്യ ആയിട്ട് ജനിപ്പിക്കണേ. ചിലക്കാതിരിക്കടാ. നമ്മുടെ പ്ലാനിന്റെ ആദ്യ പടി ഓക്കെ. വേണുവിനെ സൗന്ദര്യക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് അവളെ വെച്ചൊരു കളി കളിക്കണം. അതെന്ത് കളി? നാട്ടിൽ പോയാലുള്ള ഗുണങ്ങളെ പറ്റി പറഞ്ഞ് അവളുടെ മനസ്സിളക്കണം. അവള് പോയി കോരപ്പനോട് പറഞ്ഞ് കോരപ്പന്റെ മനസ്സിളക്കും. പിന്നെ സംഗതി എല്ലാം ഓക്കെ. എന്നാ 100 ആയുസ് ദേ വരുന്നു. ഞാൻ ഒരു നമ്പർ കാണിച്ച് അവളെ ചിരിപ്പിക്കട്ടെ. അവളെ ചിരിച്ചില്ലെങ്കിലും വേണ്ടൂല, നീ കാണില്ലേ കാണില്ലേ. സൗന്ദര്യ ഹണ്ടക്ക് ഇഷ്ടമാണ്. ഹണ്ടക്കിലൊക്കെ പോട്ടെ, അതൊക്കെ അല്ല എന്റെ രസം. വെറുതെ ഇരിക്കുമ്പോ അച്ഛനോട് തോക്കൊക്കെ എടുത്ത് പോണം വെടിവെച്ച് കളിക്കാൻ, അല്ലടാ? അയ്യോ, ഇതെന്ത് പറ്റി? നേരെ ചുവ സംസാരിച്ചിരുന്നാണല്ലോ. നീ വെറുതെ ഇടുന്ന മസിൽ പിടിക്കണ്ട. ഇവൾക്ക് ഇതൊന്നും അറിയില്ല അല്ലേ? ഇനി ഞാൻ എന്തെങ്കിലും പെർഫോം ചെയ്താലോ? പിഴുപ്പലക്കായിരിക്കും. നീ എന്റെ കയ്യിന്ന് മേടിക്കൂ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ? കുട്ടിയുടെ അച്ഛനോട് ഞാൻ സംസാരിച്ചിരുന്നു. പാവം വലിയ ഭാരവും പേര് നടക്കുക. എന്ന് നോക്കി കാട്ടി കഴിഞ്ഞാൽ മതിയോ? നാട്ടിൽ പോയി വേണുന്റെ അച്ഛനമ്മയെ കണ്ട് നിങ്ങളുടെ കല്യാണക്കാരെയൊക്കെ സംസാരിക്കണ്ടേ? ഈ കാട് ഉപേക്ഷിക്കാൻ അച്ഛനോട് പറഞ്ഞൂടെ കുട്ടിക്ക്? ഇവിടെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം, അത് നമുക്ക് ആവശ്യമാണ്. സൗന്ദര്യ അച്ഛനോട് പറയേ, സമ്മതിക്കും. ഞാൻ പറഞ്ഞ സമ്മതിക്കില്ലായിരിക്കും. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തു വഴി? തുപ്പാക്കി. പറ്റില്ല, ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഓ, എനിക്ക് പാറയും കെട്ടിപ്പിടിച്ച് ചൊറിയും കുത്തി ഇവിടെ ഇരുന്നോ? പ്രായം എത്ര ആയിന്നാ വിചാരം? എനിക്ക് അത്രയ്ക്കൊന്നും പ്രായമായിട്ടില്ല. അത് നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഈ കാട്ടിലെ കലണ്ടർ മാങ്ങാത്തിലൊന്നുമില്ലല്ലോ. അടുത്തീതൊക്കെ അറിയോ? കോരപ്പന ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. തുപ്പാക്കിയുടെ കാര്യം അതാണോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഒരിക്കൽ കല്യാണം കഴിക്കാനിരുന്നപ്പോഴാണ് നാട് വിടേണ്ടി വന്നത്. എനിക്കിനി പെണ്ണ് കിട്ടുവോ? കിട്ടും. നല്ല കിളി കിളി പോലത്തെ പെണ്ണുണ്ട്. എന്തേ ആലോചിക്കട്ടെ. ആഗ്രഹമൊക്കെ ഉണ്ട്. നടക്കുവോ? നടക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കും. തുപ്പാക്കിയുടെ കോമള സൗന്ദര്യത്തിന് മാച്ചായ ഒരു പെണ്ണ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതാരാ? ഒരു മധുര 17 അച്ചായത്തി, അതും അമേരിക്കൻ അച്ചായത്തി. അച്ചായത്തി? അതെന്ത് പേര്? അതെ, അമേരിക്കന്ന് വന്ന ഉരുപ്പടി ആയതുകൊണ്ടാ. നല്ല ചെന്തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ട്, നല്ല ചന്ദനത്തിന്റെ മണമുള്ള ശരീരം, കറുത്തു നീണ്ടു ചുരുണ്ട കാർക്കൂന്തൽ, താമര ഇതള് പോലെയുള്ള കണ്ണുകൾ, അരയാലിന്റെ വടിവൊത്ത മേനിയഴക്. അരയാലോ? അത് തടിച്ചിട്ടല്ലേ? അതൊരാല്, ഇത് അരയാല്. ഇത് നല്ല വെളുത്ത് മെലിഞ്ഞ് ഐശ്വര്യ റോയിച്ചനെ പോലെ ഇരിക്കും. തുപ്പാക്കി ചേട്ട് നാട്ടിലേക്ക് വാ, ഉറപ്പിച്ച് തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ചേട്ടാ, കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറ, വേറെ ഉണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ച വസന്ത, അതിനെ എങ്ങാനും ചേട്ടൻ കെട്ടുകയാണെങ്കിൽ ഒരു കുട്ടി ഫ്രീ. എനിക്കത് വേണ്ട. എനിക്ക് ആദ്യം പറഞ്ഞ് അച്ചായത്തി പെണ്ണിനെ മതി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇയാള് സമ്മതിച്ചില്ലെങ്കിൽ വേണ്ടാവുക. വാ പിള്ളാരെ, നമുക്ക് പോയി കല്യാണം കഴിക്കാം. തുപ്പാക്കിയല്ലേ? ഭാര്യയും ഒരു കൂട്ടം മക്കളും ഉള്ള നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഒരുത്തന്റെ ആർത്തി മനസ്സിലാക്കാനുള്ള ഹാർട്ടില്ല. അതില്ല. നാട്ടിൽ പോയാൽ പോലീസിന്റെ ആ ഇടി ഓർക്കുമ്പോഴാ. എങ്കിലാണ് പോലീസിന്റെ ഇടിയെ കുറിച്ച് ഓർത്ത് അവിടെ കുത്തിയിരുന്നോ? നിങ്ങൾ വാ പിള്ളാരെ, എനിക്ക് അമേരിക്കൻ അച്ചായത്തെ കെട്ടിച്ച് താ. ചേട്ടൻ ധൃതി പിടിക്കാതെ. നാട്ടിൽ ചെന്ന പോലീസിന്റെ ഇടിയുള്ളായിരിക്കാനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും നാൾ ആരൊക്കെയോ പേടിച്ച് നിങ്ങൾ ഈ കാട്ടിൽ ജീവിച്ചില്ലേ?
ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങൾ കാട്ടുകള്ളം കോരപ്പനായില്ലേ? ചേട്ടോ, ചേട്ടന്റെ സുന്ദരിയായ മകൾ സൗന്ദര്യ ഈ കാട്ടിൽ തന്നെ ഒരു ജംഗിൾ ബുക്കായി കഴിഞ്ഞാൽ മതിയോ? കോരപ്പൻ ചേട്ടാ, ചേട്ടന്റെ മക്കളെ ഇങ്ങനെ സ്കൂളിലൊക്കെ വിട്ട് ABCD എന്നൊക്കെ പഠിപ്പിക്കാൻ ചേട്ടൻ ആഗ്രഹമില്ലേ? ഒരു പ്രൈവറ്റ് ബസ്സിൽ പോകാനുള്ള ആഗ്രഹമെങ്കിലും ചേട്ടനില്ലേ ചേട്ടാ? ചേട്ടന്റെ ഈ മകളുടെ കല്യാണം നാട്ടിൽ വെച്ച് 4 ആള് കാണിക്കാൻ നടത്താൻ ചേട്ടൻ ആഗ്രഹമില്ലേ? ചേട്ടന്റെ മരണശേഷം ചേട്ടന്റെ ഭാര്യയും മക്കളും എച്ചി പിള്ളേരെ പോലെ പിച്ചച്ചട്ടി എടുത്ത് വയറ്റത്തടിച്ച് പാടി പാടി ഈ കാട്ടിക്കൂടെ അലഞ്ഞ ആരുണ്ട് ചേട്ടാ അവർക്ക് ഭിക്ഷ കൊടുക്കാൻ? അന്ന് ചേട്ടന്റെ ആത്മാവ് ചേട്ടനോട് മന്ത്രിക്കും, ഇന്ന് ഈ പിള്ളേര് പറഞ്ഞ് ശരിയായിരുന്നു. ഞങ്ങളോടൊപ്പം വന്ന് പോലീസിന് കീഴടങ്ങിയാൽ നമുക്ക് കിട്ടുന്ന 40 ലക്ഷം രൂപയാ. 40 lakhs. ഇനി ഇരിക്കുന്നതിന് ചേട്ടൻ തട്ടിപ്പോയാ ആ 40 ലക്ഷം രൂപ വേസ്റ്റ്. ഒരു പൈസ പോലും വേസ്റ്റ് ആവാതെ ആ പണം മുഴുവനും ചേട്ടന്റെ കുടുംബത്തിന് കിട്ടണമെന്ന് ചേട്ടൻ ആഗ്രഹമില്ലേ? ചിന്തിപ്പിക്കൂ. ഈ കുട്ടികൾ പറയുന്നതിൽ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഈ ചേട്ടത്തിക്ക് വിവരമുണ്ട് കേട്ടോ. ചേട്ടൻ കരുതും പോലെ ചേട്ടനെ കുരുതി കൊടുത്ത് സൂചിച്ച് വയ്ക്കാന്നുള്ള വ്യാമോഹമൊന്നും ഞങ്ങൾക്കില്ല. കിട്ടുന്നതിൽ 50 മതി. രക്ഷപ്പെടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്റെ ഭാര്യക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, പിന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടി. ഇപ്പോഴെങ്കിലും എന്റെ അണ്ണന് നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്റെ കല്യാണക്കാട്ടി നീലിയമ്മേ, വാ നമുക്ക് പോയി കല്യാണം കഴിക്കാം. പോകാം, പക്ഷേ ആ GND പണിക്കരെ ആൾക്കാരും കണ്ണുവെട്ടിച്ച് പോകാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അക്കാര്യത്തിൽ ചേട്ടൻ വിഷമിക്കണ്ട. അതിനാവശ്യമായ മുളക് പൊടിയും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് മുഴുവനും ചേട്ടത്തി കറിക്കരച്ച് തീർത്തില്ലല്ലോ. എങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഈ കാട് വിടുന്നു. CA കാണുന്നില്ലല്ലോ. ഇന്ന് വരുമെന്നല്ലേ മെസ്സേജ് തന്നിരുന്നത്? സർ, അതാ CA എത്തിക്കഴിഞ്ഞു. പക്ഷേ യൂണിഫോമിലല്ലോ. അത് ചിലപ്പോ നമ്മളെ പറ്റിക്കാൻ വേഷം മാറി വന്നതായിരിക്കും. അപ്പോ കൂടെയുള്ളവരോ? കൂടെയുള്ളവർ അങ്ങയുടെ ഫാമിലി ആയിരിക്കും. അറ്റൻഷൻ, സല്യൂട്ട്. സല്യൂട്ട്. നമ്മൾ വരുന്ന പോരം ഇവരെങ്ങനെ അറിഞ്ഞിരിക്കും? സ്വാഗതം, സുസ്വാഗതം. എന്നെ എപ്പോഴാണ് CA ആയിട്ട് അപ്പോയിന്റ് ചെയ്ത്? കോരപ്പയെ പിടിച്ചുള്ള സമ്മാനമായിരിക്കും. CA സർ, യാത്രയൊക്കെ സുഖമായിരുന്നു. പിന്നെ കാട്ടിലൂടെയുള്ള യാത്രയിലായിരുന്നു. ആന ഓടിച്ചതും കരടി കടിച്ചു നോക്കിയ ബാക്കിയൊക്കെ പരമസുഖമായിരുന്നു. കരടി കടിച്ചു? കരടി വരെ മാത്രം കടിച്ച്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ കാത്തിരിക്കായിരുന്നു സാർ. ഇന്ന് വരും, നാളെ വരും എന്നും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയോ? ഞങ്ങൾ ഇന്നലെയല്ലേ കാട്ടിന്ന് വന്ന്? കാട്ടിന്നോ? സാർ, എനിക്ക് ഇല്ലേ ഹാരം? ഹാരം സർ, നോർത്ത് സ്റ്റേഷനിൽ പോകണുണ്ടായിരുന്നു. CA അലക്സാണ്ടർ മാത്യു ഉടനെ എത്തിച്ചേരുമെന്ന്. CA അലക്സാണ്ടർ മാത്യു? അപ്പൊ നിങ്ങൾ CA അല്ലേ? CA തന്നെ. അല്ല, CA ആകും. ഇപ്പൊ ഇവിടുത്തെ CA കാണാമെന്ന കള്ളത്തരം പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നുള്ളൂ. സാർ, ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് CA ഒന്ന് കാണണം. ആ CA ഏതെന്ന് കാണാനാ ഞങ്ങൾ ഒരാഴ്ചയായി കാത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ CA ഇല്ലേ? രാവിലെ ഓരോരുത്തർ കുതിരവട്ടത്തിൽ ചാടി വീണോളൂ. മാറി നിൽക്കണോ? സർ, വേറൊരു വയർലെസ് മെസ്സേജ് ഉണ്ട്. എന്താണ്? CA ചന്തമുക്ക് കഴിഞ്ഞെന്ന്. എന്റെ അമ്മോ, അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. ആൾ പോലീസ് അറ്റൻഷൻ. അപ്പൊ ഞങ്ങൾ ആ സൈഡിലേക്ക് അങ്ങനെ മാറി നിൽക്കണോ? മാറി നിൽക്കാൻ. ഞാനും നോക്കട്ടെ. എന്ത് പറ്റി സാർ? ഒന്നും പറ്റിയല്ല. ഞാൻ ചാർജ് എടുക്കാൻ പോകുന്ന സ്റ്റേഷൻ ഒരു പ്രത്യേക ആംഗിളിൽ വീക്ഷിക്കായിരുന്നു. ജോസഫേ, ഈ CA തന്നെ. വിളിച്ചോ മുദ്രാവാക്യം. CA അലക്സാണ്ടർ കീ. CA അലക്സാണ്ടർ കീ. CA അലക്സാണ്ടർ കീ. ഇതെന്താണോ, ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പോലീസുകാർ എനിക്കെതിരെ പ്രതിഷേധ പ്രകടനമോ? സാർ, ഇത് അനുമോദിക്കുക. ഓ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇതെന്താ കയ്യില്? ആരം? അത് മനസ്സിലായി. ഇത് തന്റെ കയ്യിലിടാനുള്ള അല്ല. സോറി. താനൊരു പിശുക്കനാണല്ലോ. എന്താ സാർ? കുറച്ചുകൂടി വലിയ ഹാരം കിട്ടിയില്ലേ? സാർ, നാളെ മുതൽ വലിയ ഹാരം വായിക്കോ, എനിക്ക് ബുദ്ധിമുട്ടില്ല. ശരി സാർ. ഇതെന്താടോ, തന്റെ പോലീസുകാർ 2 പ്രാവശ്യം വിളിച്ചപ്പോ അങ്ങ് ക്ഷീണിച്ചു പോയോ? ചാർലി, മുദ്രാവാക്യം വിടേ. CA അലക്സാണ്ടർ കീ. കള്ളന്മാരുടെ പേടി സ്വപ്നമായ CA അലക്സാണ്ടർ കീ. കൊള്ളക്കാരുടെ പേടി സ്വപ്നമായ CA അലക്സാണ്ടർ കീ. മതി മതി മതി, കൂടുതൽ സൂചിപ്പിക്കണ്ട. ഇതെന്താ, നിങ്ങൾക്ക് യൂണിഫോം ഇല്ലേ? ഞങ്ങള് പോലീസല്ല. കള്ളന്മാരാണോ? കള്ളനുമില്ല. സാറിനെ കാണാൻ വേണ്ടി വന്നതാ. കണ്ടില്ലേ? കണ്ടോളൂ, ശരിക്ക് കണ്ടോളൂ. കണ്ടല്ലോ? ഇനി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? അല്ല, ഞങ്ങള് സാറിനൊരു കോളുമായിട്ട് വന്നതാ. കോളോ? സാറിനൊരു പ്രൊമോഷനുള്ള കോളോ? പ്രൊമോഷനോ? വന്നേ. എന്താ സാർ? തന്നെ അല്ലടോ. ഒരു പ്രൊമോഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാനല്ല പറഞ്ഞ അവൻ. അല്ല, സാറിന് CAയിൽ നിന്ന് SIയിലേക്ക് ഒരു പ്രൊമോഷൻ. CI കുപ്പായിട്ട് ആദ്യത്തെ ദിവസം തന്നെ നീ എന്നെ SI ആയിട്ട് ഡീപ്രമോട്ട് ചെയ്യൂ അല്ലേടാ? അല്ല സാർ, ഇവൻ അറിയാൻ പാടില്ലാത്തോണ്ട് പറഞ്ഞാ.
സാർ CA ചാർജ് എടുത്ത ഉടനെ അടുത്ത സിറ്റി പോലീസ് കമ്മീഷണറുള്ള ഒരു കോള് ഞങ്ങളുടെ കയ്യിലുണ്ട്. കൈ നോക്കട്ടെ. ആ കയ്യിലല്ല, പിന്നെ തന്റെ കയ്യിലാണോ? കാണട്ടെ. ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്നാ പറഞ്ഞേ? എന്നാ പിന്നെ ഒന്ന് പറയണോ, ഞാനൊന്ന് ഞെട്ടട്ടെ. ഒരുപാട് നാളാ ഞാനൊന്ന് ഞെട്ടിട്ട്. പറയാം. പക്ഷെ അതിനു മുമ്പ് സാറ് ഞങ്ങൾക്ക് ഉറപ്പ് തരണം. എനിക്ക് ഇവിടെ ഉറപ്പില്ല. ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയണോ, എനിക്ക് BP കൂടും. ഉരുക്കിനെ വെല്ലുന്ന ശരീരപ്രകൃതമുള്ള നിരപരാധികളുടെ ജീവൻ അപകരിക്കുന്ന ഈ അടുത്ത കാലത്ത് 51 പേരെ കാട്ടിൽ തടങ്കലിലാക്കിയ വനത്തിലെ കാട്ടുകൊള്ളക്കാരൻ. കവിതയില്ലാതെ കാര്യം പറയണോ. കാട്ടുകളിലെ കോരപ്പന് ഞങ്ങൾ പിടിച്ചു. കോരപ്പനെയോ? നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? സാറിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണും, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. തെളിവോ? എടുത്ത് കാണിക്കടാ. ഇത് ശരിക്കുള്ള കോരപ്പൻ തന്നെയാണോ? കൊല്ലം നാടകക്കാരെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നാണോ? CI SI ആവുന്ന കേസാണേ. അത് സാർ ഒറിജിനൽ തന്നെയാണ്. സാറ് മുഖത്തേക്ക് നോക്ക്. ഈ മുഖത്തല്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇയാളിപ്പോ എവിടെ ഉണ്ട്? പറയാം, പക്ഷെ ചില കാര്യങ്ങൾ സാറോട് ഞങ്ങൾക്ക് തുറന്ന് പറയാനുണ്ട്. കോരപ്പന്റെ നിരപരാധിയെ ഫാമിലിയെ വെറുതെ വിടാതെ ഞങ്ങൾക്ക് ഉറപ്പുതരണം. തരൂ? അത് മാത്രമല്ല, റിവാർഡ് പ്രഖ്യാപിച്ച 40 ലക്ഷം രൂപയും ഞങ്ങൾക്ക് തരണം. തരാം, എല്ലാം തരാം. കോരപ്പന് എനിക്ക് തരുമോ? രക്ഷപ്പെട്ടു. ഈ കോരപ്പൻ ഇപ്പൊ എവിടെ ഉണ്ട്? ഞങ്ങൾ അയാളെ ഭദ്രമായിട്ട് എടുത്ത് പൂട്ടിയിട്ടിരിക്കുക. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഫോൺ അടിക്കാതോ. ഞങ്ങൾ പോയി കോരപ്പനെ വിളിക്കട്ടെ. ഒറിജിനൽ കോരപ്പൻ തന്നെയാണല്ലോ. സാറേ, ഞങ്ങളുടെ 40 ലക്ഷം രൂപ. 40 ലക്ഷം രൂപ പൊക്കിയെടുക്കാനുള്ള ത്രാണിയില്ലല്ലോ ഞാനൂല്ലേ നിനക്ക്? അവസാനം പിന്നെ കാല് മാറരുത്. എന്തിനാണോ എപ്പോഴും ഇങ്ങനെ 40 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തുന്നത്? സാറാ, പണം വാങ്ങി തരാം. ഈ വീട്ടിൽ കോരപ്പൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ. വിളിക്കട്ടെ? വേണ്ട, ഞാൻ വിളിക്കാം. ബറ്റാലിയൻ 42 fall in, ready to shoot. എന്നെ അല്ലോ മേലോട്ട് ചൂണ്ടോ. അങ്ങോട്ട്. മിസ്റ്റർ കോരപ്പൻ, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾ കീഴടങ്ങുന്നതാണ് നല്ലത്. സാറേ, കോരപ്പൻ ചേട്ടാ അല്ലെങ്കിൽ കീഴടങ്ങി നിൽക്കല്ലേ? എനിക്കത് മനസ്സിലായി, പക്ഷെ മിണ്ടിപ്പോവരുത്. കോരപ്പൻ, ഈ വീടിന് ചുറ്റും പോലീസാണ്. രക്ഷപ്പെടാനോ ആത്മഹത്യ ചെയ്യാനോ ശ്രമിച്ചാൽ പിന്നെ ഞങ്ങളുടെ തോക്കുകളായിരിക്കും സംസാരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് കേക്ക്. എനിക്ക് ആര് പറയുന്നു ഇപ്പൊ കേൾക്കണ്ട. കോരപ്പൻ, എന്റെ ക്ഷമ നശിച്ചു. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വരാം. ഫോഴ്സ് അവിടെ നിന്നാ മതി. ഇത് ഞാൻ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്തോളാം. കോരപ്പാ! ഇനി നിങ്ങൾ എന്ന് കോരപ്പനെ താഴേക്ക് കൊണ്ടുപോവാ. അയാൾ ഇതുവഴി രക്ഷപ്പെടാൻ ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ സാറ് ജമ്പ് ചെയ്ത് അന്തം വിട്ടിങ്ങോട്ട് പോകുന്നതോ? അത് പുറത്തേക്കുന്ന പോലീസുകാരെ കാണിക്കാൻ വേണ്ടി. ഷോ ഞാൻ ഇന്ന് CA ആയിട്ട് ചാർജ് എടുത്തല്ലേ ഉള്ളൂ. ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഞാൻ IGM മിനിസ്റ്ററെ ഒക്കെ വിളിച്ചു പറഞ്ഞു പോയി. ക്ഷേമാക്കരുത്. തരാടേ. പിന്നെ പുള്ളിക്കാരന്റെ അടുത്ത് എന്നെ പറ്റി ഒന്ന് പൊക്കി അടിച്ചേക്കണേ. അടിച്ചോളാം. ഇയാൾ ഒറ്റയ്ക്ക് കടം കയറി വരുമോ ഇനി ഇങ്ങോട്ട്? ഇതിനെ കൊല്ലാൻ വേണ്ടി പോലീസുകാരെ കൂട്ടിക്കൊണ്ടുവന്നതാ. അല്ലേട്ടാ, ഞങ്ങൾ സിയുടെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ തോക്കൊക്കെ ചൂണ്ടി വെടിവെച്ചൊല്ലാൻ നിൽക്കുമ്പോലെ അത് പിന്നെ ചേട്ടൻ സെക്യൂരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നല്ലേ. ലേറ്റ് ആക്കണ്ട, പുറത്ത് പോലീസുകാർ ബോറടിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടോ. ഇങ്ങനെ കരഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പോട്ടെ മോളെ. ഒരു വഴിക്ക് പോകുമ്പോ കരഞ്ഞുകൊണ്ട് യാത്രയാക്കരുത്. ചിരിക്കൂ, സന്തോഷിക്കൂ. എന്റെ ഭാര്യയും മക്കളും ഞങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ. ആ ഒരു ഉറപ്പിലാണ് ഞാൻ കീഴടങ്ങുന്നത് തന്നെ. നിങ്ങൾ വേണം എന്റെ കുട്ടികൾക്ക്. അണ്ണന്റെ കൂടെ ജയിലിൽ വരണമെന്ന് എനിക്കും ആഗ്രഹമില്ലായിട്ടല്ല. എന്റെ ഇപ്പോഴത്തെ സ്ഥിതി അണ്ണൻ അറിയാമല്ലോ. എന്റെ കല്യാണത്തിന്റെ ക്ഷണക്കത്തുമായി തീർച്ചയായും ഞാൻ ജയിലിൽ വരും. സന്തോഷത്തോടെ പോയിട്ട് വന്നാട്ടെ. എന്താ പേര്? കോരപ്പൻ. ഒറിജിനലാണോ? മേലെ ഞാൻ നോവിക്കില്ല, പക്ഷെ എന്നെ നോവിക്കരുത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഫോളോ മീ. കാലേറ്റി പോയതാ. സൂക്ഷിക്ക്, ഇനി തെറ്റരുത്. കമോൺ. സക്സസ്! കോരപ്പൻ കീഴടങ്ങി. അല്ല, ഞാൻ കീഴടക്കി. ബറ്റാലിയൻ 42 അറസ്റ്റ് ഹിം. യെസ് സർ.
പിടിക്കരുത് കൈ വരാം ബൈ. വണ്ടി വിട്, വണ്ടി വിട്. എന്റെ അമ്മ അളിയൻ ചത്തോ? ഉറപ്പായിട്ടും ചത്തു. ഇല്ലെങ്കിൽ തലയ്ക്ക് വിളക്ക് വയ്ക്കോ? എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എങ്കിൽ ചുമ്മാ വന്ന് കയറി സെന്റിമെന്റ്സ് കാണിക്കടാ. കാണിക്കല്ലേ? അളിയാ, അളിയാ, അളിയാ. എന്താണ് നിനക്ക് വേണ്ടത്? അപ്പോൾ അളിയൻ ചത്തില്ലേ? നിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള മുഴുവൻ പണവും എണ്ണി മേടിച്ചിട്ടേ ഞാൻ ചാവുന്ന പ്രശ്നമുള്ളൂ. അപ്പൊ പിന്നെ വിളക്ക് കത്തിച്ചിരിക്കുന്നോ? അത് സന്ധ്യക്ക് കത്തിച്ചല്ലേ. ഏട്ടനൊരു തലാറക്കം. ഞാൻ കുറച്ച് അമൃതാഞ്ചം പൊട്ടി കൊടുക്കായിരുന്നു. എങ്കിൽ എന്റെ അളിയൻ ചാവാൻ റെഡി ആയിക്കോ. ദാ നോക്ക്. ഓഹോ, നീ എന്നെ പിടിക്കാൻ പടയുമായിട്ടാണല്ലേ വരവ്? പട മാത്രമല്ല അളിയ, പോലീസും പട്ടാളവും ഇപ്പൊ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ കോരപ്പനെ പിടിച്ചു. ദേ ആ നിൽക്കുന്നതാണ് കോരപ്പന്റെ കുടുംബം. ഇയാളാണ് കോരപ്പന്റെ അനിയൻ തുപ്പാക്കി. 2008 ആനകളുടെ കൊമ്പ് പറിച്ചവനാ തുപ്പാക്കി. 1.5 ലക്ഷം പട്ടാളക്കാരെ ചുട്ടുകൊന്നവൻ ഈ തുപ്പാക്കി. 3 ലക്ഷം പോലീസുകാരെ ചമ്മന്തി അരച്ചവനാ തുപ്പാക്കി. ദിവസം ഒരാളുടെയെങ്കിലും ചോര ജ്യൂസ് കഴിച്ചില്ലെങ്കിൽ തുപ്പാക്കിക്ക് ഉറക്കം വരില്ല. ഇവരെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇനി മുതൽ ഇവർ ഇവിടെയാ താമസിക്കുന്നത്. ഇവിടെയോ? ആ, എനിക്ക് ഇന്ന് രാത്രി ഇവരെ മതി. ഒന്നും ചെയ്യരുത്. രക്ഷിക്ക് തുപ്പാക്കി ഇപ്പൊ അകത്ത് പോ. അളിയന്റെ ചോര രാത്രി സമാധാനമായിട്ട് കുടിക്കാം. അതെ, ഉറങ്ങി എഴുത്തിട്ട് മതിയല്ലേ? ഞാനിപ്പൊ പോകുന്നു. അധികം വൈകാതെ അകത്ത് വന്നാൽ കിടക്കട്ടല്ലോ. വലതുകാലം വെച്ച് കേറ്. ആ, കേറി പോട്ടെ. ആ, ചേട്ടത്തി, ഒരു ഭാഗത്ത് അകത്തോട്ട് കെട്ടി വിട്. എണ്ണം തെറ്റരുത്. കേറി പോട്ടെ. പോട്ട് ചേട്ടത്തി. അപ്പൊ താമസിക്കണ്ട. അളിയൻ വേഗം അകത്ത് പോയിക്കോളൂ. ഞങ്ങൾ പോകുന്നു. അതിനു മുമ്പ് ഞങ്ങൾ പോണ്. ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കുന്ന പ്രശ്നമില്ല. വാടി. ജീവനേക്കാൾ വലുതാണോ നിന്റെ ഉണങ്ങി 2 സാരി? അപ്പൊ അളിയന് ബാക്കി പണം വേണ്ട? അതൊക്കെ നിനക്ക് ഉള്ളപ്പോ തന്നാ മതി അളിയാ. അവര് പോയി അല്ലേ? വലിയ ഉപകാരമുണ്ട്. ഒരു വലിയ ശല്യത്തിനെ ഒഴിവാക്കി തന്നത്. അതൊക്കെ പോട്ടെ. എപ്പോഴാ നമ്മൾ അച്ചായത്തെ കാണാൻ പോന്നേ? അതൊക്കെ നാളെ പോയി കാണാൻ. കള്ള പറ അച്ചായത്തി. ആ തുപ്പാക്കിയില്ലേ, ആ മീശ, പുള്ളി ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാ. കുറച്ച് നേരം ഇവിടെ ഇരുന്നോട്ടല്ലേ. അപ്പൊ നിങ്ങൾ എവിടെ പോണു? കോരപ്പനെ പിടിച്ച കാരണം ഞങ്ങൾക്ക് തിരക്കോട് തിരക്ക്. ഇപ്പൊ തന്നെ മന്ത്രി ഒന്ന് കാണണം. ഓ, അത് ശരി. അപ്പൊ അവിടെ ഇരുന്നോട്ടെ. പിന്നെ അച്ചായത്തി ഉണ്ടാക്കുന്ന ചായ ഉഗ്രനാണെന്ന് ഞാൻ പുള്ളിയുടെ അടുത്തൊന്ന് പറഞ്ഞുപോയി. അതെയാ? ഒരു ചായ ഒന്ന്. അത് ഞാൻ ഏറ്റു. നിങ്ങൾ പൊക്കോളെ. അച്ചായത്തി കൊച്ചിനെ കാണുന്നില്ലല്ലോ. ധൃതി പിടിക്കല്ലേ, അച്ചായത്തി ഇപ്പൊ വരും. എനിക്ക് ധൃതിയാവുന്നു. വേഗം വരാ പറ. തിടുക്കം കൂട്ടാതെ. ഓരോന്നിനും ഓരോ സമയമുണ്ട്. എന്റെ സമയം ഇപ്പൊ വളരെ നല്ലതാ. ഈ കല്യാണം തീർച്ചയായും നടക്കും. ഓടാതിരുന്നാ മതിയായിരുന്നു. അല്ല, പോയിട്ട് ഇത്തിരി ജോലി ഉണ്ടെന്ന് പറയായിരുന്നു. ഈ പെണ്ണുകാണ ചടങ്ങൊക്കെ ചെറുക്കൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അതിന്റെ ഒരു സ്റ്റൈല് അല്ലേ? പിന്നല്ലേ. ഞാൻ അതങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾക്ക് ഇത്തിരി രഹസ്യമായിട്ട് സംസാരിക്കാനുണ്ടായിരിക്കുമല്ലോ. കാണുന്നില്ലല്ലോ. നമസ്കാരം. അമ്മയായിരിക്കുമല്ലേ? ആ പിള്ളേര് പറഞ്ഞോട്ടെ തന്നെ ഇവിടെ ഇരുത്തിയത്. വേണ്ടതിന് പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, ഞാൻ അത്രക്കാരനൊന്നും അല്ല. ഞാനിവിടെ പെണ്ണ് കാണാൻ വന്നതാ. പെണ്ണ് കാണാനോ? അച്ചായത്തിയെ, അമേരിക്കൻ അച്ചായത്തിയെ. അമ്പട കേമ, നിനക്കിപ്പോ എന്നെ കല്യാണം കഴിക്കണല്ലേ? അമ്മച്ചിയല്ല, എനിക്ക് വേണ്ടത് അച്ചായത്തിയാ, അമേരിക്കൻ അച്ചായത്തിയെ. ഞാൻ തന്നെ അച്ചായത്തി. എടാ, നിനക്ക് എന്നെ കല്യാണം കഴിക്കണ്ടോ? വേണ്ട നിനക്ക്. ഓർഡർ നീ ഓർഡർ കൊടുത്തോട്ട്. ചേട്ടനെ ഞങ്ങൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഇപ്പൊ കാണാനായിട്ട് പെർമിഷൻ തന്നത്. അപ്പൊ എന്റെ ഭാര്യയും മക്കളും പരമസുഖം, സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്കത് മാത്രം കേട്ടാ മതി. ചേട്ടൻ ഇവിടെ സുഖാണോ? ഓ സുഖം, പരമസുഖം. എനിക്കിവിടെ VIPs അല്ല, ഉഗ്രം ഭക്ഷണം, AC, TV, ബെഡ്. സത്യം പറഞ്ഞ ജയിലിൽ ഇത്ര സൗകര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ വരുന്ന 2 ദിവസം കിടന്നിട്ട് പോവാ. അയ്യോ, ഞാനില്ല. എടാ, ഇവിടെ എന്റെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞ പല തണ്ടികൾക്കും VIPs എല്ലാം അലോട്ട് ചെയ്താ. ഞാൻ വന്ന എല്ലാറ്റിനും ചവിട്ടി പുറത്താക്കി. അല്ല, നമ്മളെ പണത്തിന്റെ കാര്യം? സർക്കാർ കാര്യമല്ലേ,
കുറച്ച് കാലതാമസം നേരിടും എങ്കിലും ശരിയാവും ചേട്ടാ. അത് മതി എനിക്ക്. റിവാർഡ് വാങ്ങിയ എന്നെ വിവരം അറിയിക്കണം. ഉറപ്പായിട്ട് അറിയിക്കാം. എന്നാ പോയി വാ മക്കളെ. ശരി. പാവല്ലേ. ഓ സോറി സോറി സോറി. ഇപ്പോഴും പ്രസ് മീറ്റിംഗ് എടുക്ക. അത് കഴിഞ്ഞിട്ട് ദൂരദർശൻ, ഏഷ്യാനെറ്റ്, സ്റ്റാർ ടി വി, സൺ ടി വി, ജെയിൻ ടി വി തുടങ്ങിയ ടി വികളുടെ ഇന്റർവ്യൂ. അത് കഴിഞ്ഞിട്ടൊക്കെ മതി വിമൻസ് ഫെഡറേഷൻ ഇന്റർവ്യൂ. ഓക്കെ. കണ്ടിന്യൂ. ആദ്യമായി കോരപ്പനെ കണ്ടത് കാട്ടിൽ ഒരു മരത്തിൽ ഞങ്ങളെ കെട്ടിയിട്ടപ്പോഴോ? പണ്ടത്തരം പറയുന്നത് ഇവര് പത്രക്കാരാ. അതെ, കെട്ടിയിട്ടപ്പോ തന്നെ കോരപ്പൻ 2 ആനകളെ ഒരു കാറ്റാടി മരത്തിൽ തലങ്ങനെയും വിലങ്ങനെയും കെട്ടിയിടുകയായിരുന്നു. എന്നിട്ട് അതിന്റെ തുമ്പിക്കൈയിലൂടെ മേൽപോട്ട് കയറി. തുമ്പിക്കൈയിലൂടെയോ? അതെന്നെ, ഈ തേങ്ങയിടാൻ തെങ്ങിക്കയറുന്ന പോലെ ഇങ്ങനെ മേൽപോട്ട് കയറി. എന്നിട്ട് അതിന്റെ ഇടത് കൈ കൊണ്ട് വലതു കൊമ്പിലും വലത് കൈ കൊണ്ട് ഇടതു കൊമ്പിലും തൂങ്ങി. വെറും തൂങ്ങലായിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. തൂങ്ങിയ ശേഷം അതിന്റെ തുമ്പിക്കൈയിൽ ചവിട്ടി കൊമ്പ് ശക്തമായി വലിച്ചൂരി. അത് ഓർക്കുമ്പം ദേ ഇപ്പോഴും എന്റെ ദേഹമാസങ്ങളെ രോമം ഒഴിച്ചു വരും. ദേ കണ്ടില്ലേ? രോമമില്ല. ദേ കണ്ടില്ലേ? പിന്നെ ആനയുടെ മസ്തിഷ്കത്തിൽ ഒറ്റ ഇടിയാ തകർന്നു പോയില്ലേ? ഏതൊക്കെ മൃഗങ്ങളാണ് കാട്ടിലുള്ളത്? ആനമയിലോട്ടകം, പെരിഞ്ചീരകം, വെരുക്, കടുക്, കൊതുക്, കാണ്ടാമൃഗം, കടുവ, പുലി, എലി, സിംഹം, പാമ്പ്, ചേമ്പ്, ഓന്തോട്ടകം, പുള്ളിമാൻ, കലമാൻ, സുലൈമാൻ, സ്പൈഡർമാൻ, സൂപ്പർമാൻ, അന്ത്രമാൻ, അന്ത്രം ഇല്ലാത്തമാൻ. എക്സ്ക്യൂസ് മീ, ഐ ആം അലക്സാണ്ടർ മാത്യൂസ്. കോരപ്പന്റെ കേസ് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പോലീസിന്റെ ഗർജിക്കുന്ന സിംഹം. ഇതൊക്കെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കാനാണോ? അതെ സർ. എങ്കിൽ ഞാൻ പോസ് ചെയ്യാം. സർ, ഇവരോട് എന്തെങ്കിലും ചോദ്യം ഞങ്ങൾക്ക് എഴുതാനാ? എഴുതണ്ട. എന്റെ ചോദ്യങ്ങളും നീക്കങ്ങളും ഒക്കെ വളരെ പെട്ടെന്നായിരിക്കും. ബിക്കോസ് ഐ ആം അലക്സാണ്ടർ മാത്യൂസ്, വളരെ വ്യത്യസ്തനായ ഒരു പോലീസ് ഓഫീസർ. കുറച്ച് സമയത്തേക്ക് ഞാൻ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തൽക്കാലം പോകാം. ഓക്കെ? പേടിക്കൊന്നും വേണ്ട, ഇരുന്നോളൂ. തോക്ക്. ഞാനേ കോരപ്പനെ അറസ്റ്റ് ചെയ്ത ശേഷം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുത്തില്ലെന്ന് പറഞ്ഞ് മന്ത്രിസഭ ആവട്ടെ ഇളകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. ഈ തിരക്കിനിടയിലും ആവേശത്തിനിടയിലും എനിക്കൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ഈ കോരപ്പനെ എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചത്? ഈ ആനയെ പിടിച്ചെന്നോ, കാറ്റാടി മരത്തിൽ കെട്ടിയിട്ടെന്നോ, ആനക്കൊമ്പ് ഈ തേങ്ങ തിരികുന്ന പോലെ ഇങ്ങനെ തിരിയെടുത്തെന്നോ? അല്ല, അത് പിന്നെ ടെൽ മീ ദ ട്രൂത്ത്. എങ്ങനെയാണ് കോരപ്പനെ നിങ്ങൾ പിടിച്ചത്? ഞങ്ങൾ കോരപ്പൻ ചേട്ടനെ ചെന്ന് കണ്ടു. വെറുതെ ഇരിക്കുകയാണെങ്കിൽ കീഴടങ്ങാവെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ നിങ്ങളുടെ കൂടി ഇറങ്ങി പോരുന്നല്ലയോ? ഇതൊരു തരം അടവാ. ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് 40 ലക്ഷം രൂപ തയ്യാറിക്കാനുള്ള അടവ്. അടവൊന്നും അല്ല, ഉള്ള സത്യം പറയാലോ. ഞാനിപ്പോ കോരപ്പനുമായിട്ട് സംസാരിക്കുന്നു ഇരിക്കട്ടെ. അയാൾ എങ്ങനെ എന്നോട് മാന്യമായി പെരുമാറുവോ? സാറിന് എന്താ പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? ഒരാളുമായി ഇടപഴകുന്നതിന് മുമ്പ് അയാളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണമല്ലോ. പണം ഞങ്ങൾക്ക് കിട്ടും. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഞങ്ങളുടെ ചോദ്യത്തിന് സാറ് മറുപടി പറഞ്ഞില്ല. കോരപ്പനെ കുറിച്ച് വ്യക്തമായ ഒരു പിക്ചർ തരൂ. ഞങ്ങളുടെ പണത്തെ കുറിച്ച് വ്യക്തമായ ഒരു പിക്ചർ തരൂ. ഞാൻ നിങ്ങൾക്ക് റിവാർഡ് മേടിച്ചുതരാം. പോരെ? പറ്റിക്കില്ല. പറ്റിക്കാൻ ശ്രമിച്ച കോരപ്പഞ്ചേട്ടനോട് ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ചോദ്യം ചെയ്യാൻ സെല്ലിൽ കയറുമ്പോ സാറിന്റെ പൊടി പോലും ബാക്കി കാണില്ല. ഓക്കെ, കോംപ്രമൈസ്. എങ്കിൽ പറഞ്ഞുതരാം. കോരപ്പനെ കുറിച്ച് മാത്രമല്ല, കാട്ടിനുള്ളിൽ വനം കൊള്ള നിർത്തുന്ന GNT പണിക്കരെ കുറിച്ചും. GNT പണിക്കരോ? അവനാര്? അതെ സാർ, GNT പണിക്കർ. കാടിനുള്ളിൽ നടക്കുന്ന നിഗൂഢമായ രഹസ്യങ്ങൾ മുഴുവൻ ഞങ്ങൾ സാറിന് പറഞ്ഞു തന്നാൽ പിന്നെ റിവാർഡ് വാങ്ങാനേ നേരം കാണൂ. എങ്കിൽ നമുക്കൊരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാം. ഈ റിവാർഡ് വാങ്ങിച്ച് നമുക്കിവിടെ അടിച്ചു പൊളിക്കാനേ. വട്ടുപിടിച്ചൊരു മുട്ടച്ചാരുടെ പൊട്ടഞ്ചക്കനു പട്ടണ നടുവീന്നെട്ടണ കിട്ടിയൊരട്ടണ പത്തണയാക്കി പകിട കളിച്ചു കളഞ്ഞു കുളിച്ചു കുളത്തിൽ ചാടി ചത്തുമലച്ചൊരു കഥയല്ലേ. അമ്പോ അമ്പമ്പോ ഇത് സൗഭാഗ്യകാലം, അമ്മേ എൻ്റെ അമ്മേ ഇനി സന്തോഷപൂരം. കുറിയൊന്നും കിട്ടാതെ കോടീശ്വരനായല്ലോ മാനത്തെ ശുക്രന്റെ മായാജാലം.
ജിക്കന ജില്ലന ജിക്കന ജില്ലന ജിക്കന ജില്ലന ജം 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 ജിക്കന ജില്ലന ജിക്കന ജില്ലന ജിക്കന ജില്ലന ജം 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 അമ്പോ അമ്പമ്പോ ഇതു സൗഭാഗ്യക്കാലം അമ്മേ എൻ്റെ അമ്മേ ഇനി സന്തോഷപൂരം കുറിയൊന്നും കിട്ടാതെ കോടീശ്വരനായല്ലോ മാനത്തെ ശുക്രന്റെ മായാജാലം ജിക്കന ജില്ലന ജിക്കന ജില്ലന ജിക്കന ജില്ലന ജം 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 ജിക്കന ജില്ലന ജിക്കന ജില്ലന ജിക്കന ജില്ലന ജം 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 കെട്ടിപ്പൊക്കും കൊട്ടാരങ്ങൾ വാങ്ങണം സീറോയും മെർസിഡീസും 2 3 വാങ്ങണം സാറായ് സൂപ്പർ സാറായ് ഇനി ബോളിവുഡിൽ ചെല്ലണം പൂജ പിന്നെ ഡിംപിൾ എന്റെ കാൽക്കൽ വന്നു വീഴണം ജിക്കന ജില്ലന ജിക്കന ജില്ലന ജിക്കന ജില്ലന ജം 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 ജിക്കന ജില്ലന ജിക്കന ജില്ലന ജിക്കന ജില്ലന ജം 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 അമ്പോ അമ്പമ്പോ ഇത് സൗഭാഗ്യക്കാലം അമ്മേ എൻ്റെ അമ്മേ ഇനി സന്തോഷപൂരം നല്ല ഹോട്ടൽ വേണം കൊങ്കൺ റെയിൽവേ വാങ്ങണം ബോഡി ഗാർഡായി കൂടെ നടക്കാൻ കാറ്റ്സും കെൻസും വാങ്ങണം നാളെ നാട്ടിലെങ്ങും നല്ല കൂറ്റൻ ശില്പം വെക്കണം പോയാൽ കാറ്റ് പോയാൽ 7 ദിവസം ബോഡി വെക്കണം ജിക്കന ജില്ലന ജിക്കന ജില്ലന ജിക്കന ജില്ലന ജം 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 ജിക്കന ജില്ലന ജിക്കന ജില്ലന ജിക്കന ജില്ലന ജം 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 അമ്പോ അമ്പമ്പോ ഇത് സൗഭാഗ്യക്കാലം അമ്മേ എൻ്റെ അമ്മേ ഇനി സന്തോഷപൂരം കുറിയൊന്നും കിട്ടാതെ കോടീശ്വരനായല്ലോ മാനത്തെ ശുക്രന്റെ മായാജാലം ജിക്കന ജില്ലന ജിക്കന ജില്ലന ജിക്കന ജില്ലന ജം 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 ജിക്കന ജില്ലന ജിക്കന ജില്ലന ജിക്കന ജില്ലന ജം 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 അമ്പോ അമ്പമ്പോ ഇത് സൗഭാഗ്യക്കാലം അമ്മേ എൻ്റെ അമ്മേ ഇനി സന്തോഷപൂരം കാടിനുള്ളിൽ ഒരു പരിധി വിട്ടാരും പ്രവേശിക്കാതിരിക്കാൻ ഞാനൊരു പത്മവ്യൂഹം ചമച്ചു അത് തകർക്കാൻ ശ്രമിച്ച പോലീസുകാരെയും പട്ടാളക്കാരെയും നമ്മൾ അപ്പോഴപ്പോ കൊന്നൊടുക്കി എന്റെ ആജ്ഞ അനുസരിച്ച് വാലാട്ടാൻ എല്ലാ കുറ്റവും തലയ്ക്ക് വെച്ച് ചുമത്താൻ എനിക്കൊരാൾ അതായിരുന്നു ഞാൻ കോരപ്പനിൽ കണ്ടത് പക്ഷെ നിന്റെയൊക്കെ കണ്ണുവെട്ടിച്ച് അവനും ഈ തെണ്ടിയും ആ 4 പയ്യന്മാരോടൊപ്പം രക്ഷപ്പെട്ടു കോരപ്പനിപ്പോ കൊലമരം കാത്ത് ജയിലിലും നീ എന്റെ ഗൺ പോയിന്റിലും ഇനി നിന്റെ ആയുസ് ഏതാനും നിമിഷങ്ങൾ മാത്രം സാർ എന്നെ കൊല്ലരുത് സാർ അവന്മാര് 4 പേരുടെ വാക്ക് കേട്ടിട്ടാണ് അമേരിക്കൻ അച്ചായത്തെ കെട്ടാൻ ഇറങ്ങി തിരിച്ചത് പക്ഷെ അവരല്ലേ പറ്റിച്ചു സാർ സാർ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാം സാർ എന്നെ കൊല്ലരുത് സാർ എന്നെ കൊല്ലരുത് മിടുക്കൻ കാലന്റെ മുമ്പിൽ ആയുസിന് വേണ്ടി മുട്ടുകുത്തി കേണപേക്ഷിക്കുന്നു ഓക്കെ അനുവാദവും ആശീർവാദവും തരാം പക്ഷെ ഒന്ന് നീ ചെയ്യണം എന്താണാവോ എന്നെ പറ്റിച്ച് അവർ തട്ടിക്കൊണ്ടുപോയ 40 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് നാളെ രാവിലെ ട്രഷറിയിൽ നിന്ന് അവർ ക്യാഷാക്കും ആ പണം നീ തട്ടിയെടുക്കണം എനിക്ക് ആ പണം വേണം ഏത് വിധേനയും സാറിന് ആ പണമല്ലേ വേണ്ടത് അത് ഇവിടെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു ഒരു 5 ലക്ഷം എന്താ എന്റെ അങ്കിളിനെ കൊണ്ട് കാണിച്ചേ അയാളുടെ കണ്ണൊന്ന് മഞ്ഞളിപ്പിക്കട്ടെ നമ്മൾ ആദ്യം ഈ പണം കൊണ്ട് ശശിയുടെ വീട്ടിൽ ചെല്ലുന്നു അവിടെ ചെന്ന് കോരപ്പൻ ചേട്ടന്റെ വിഹിതം അദ്ദേഹത്തിന്റെ ഭാര്യ വെച്ചിട്ട് ബാക്കി കാര്യം അതെ അതെ അതിനുശേഷം നമ്മുടെ പങ്കുമായിട്ട് വീട്ടിലേക്ക് പോവേ ആവശ്യം നടത്തുക എന്തുകൊണ്ടും ആവാം ഒരു കാര്യം ചെയ്യാം നമ്മളൊരു കാർ പിടിക്കും നേരെ എന്റെ വീട്ടിലേക്ക് വന്നു ഓക്കെ അമ്മ വരുന്നുണ്ട് ഉഷാറായിട്ട് നോണം കേട്ടോ ഹലോ അയ്യോ തുപ്പാക്കി എവിടായിരുന്നു നിങ്ങൾ ഇതുവരെ ഞാൻ നിങ്ങളെ അന്വേഷിക്കാത്ത സ്ഥലമില്ല പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്റെ കല്യാണം ഫിക്സ് ചെയ്തു ഇതാണ് എന്റെ ഭാവി വധു മധുരിമ ഹലോ മധുരിമ നിങ്ങളെ കണ്ടോ എന്തായാലും വളരെ നന്നായി കൈയോടെ കാട്ടൊക്കെ തന്നേക്കാം കാട്ടെടുക്ക് ഓ കാട്ടെന്തെങ്കിലും ഇരിക്കുവാണല്ലോ എവിടെ വെച്ചോന്ന് എഴുതുന്നു വേണമെങ്കിൽ എന്നാ മതി പോടാ അവിടുന്ന് എന്റെ ആദ്യത്തെ കല്യാണമാണ് കാട്ടിനകത്ത് പേരെഴുതാതെ അത് നിങ്ങളെയൊക്കെ പോലുള്ള VIP
ഇങ്ങോട്ട് തന്നെ അതിന്റെ പിറപ്പ് വെച്ചത്. മധുരിമേ, ഞാൻ പറയാറില്ലേ ഇവരെ കുറിച്ച് സംസാരിക്കേ നോട്ടല്ലേ. ഈ മധുരിനെ നേരത്തെ കണ്ടിരുന്ന ഞാനങ്ങ് കെട്ടിയാണ്. നിനക്ക് കെട്ടാൻ തോന്നുന്നു. ഇത് റോൾഡ് വേർഡ് ആണ്. ഇത് ശശി വേണ്ട വെട്ടുകളി. തുപ്പാക്കി നമ്മുടെ പണം. തുപ്പാക്കി നമ്മളെ ചതിച്ചതാ. അയ്യോ, പെണ്ണിനെ കാണുന്നില്ല. അയ്യോ, പിന്നെ കോരപ്പൻ ചേട്ടൻ്റെ അടുത്ത് എന്ത് സമാധാനം പറയും? വേണ്ടടാ, നീ ഒന്നൊരു പുല്ലും പറയണ്ട. എടാ, നിന്നൊക്കെ വിശ്വസിച്ചാ ഞാൻ കീഴടങ്ങി. അതിലൂടെ എന്റെ കുടുംബം രക്ഷപ്പെടും ഞാൻ വിചാരിച്ചു. പക്ഷെ ഈ കൊലച്ചത് എന്നോട് വേണ്ടായിരുന്നു. ചേട്ടാ, ഞങ്ങളല്ല തുപ്പാക്കിയാ. തുപ്പാക്കി പണം വാങ്ങി കീശയിലിട്ടിട്ട് വല്ലവന്റെ പേര് പറയുന്നു. ദേ, അറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഞാൻ ആരും കൊന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, ഞാൻ ജയിലിൽ ചാടും. ഇന്ന് തൊട്ട് 7 ദിവസത്തിനുള്ളിൽ നിന്റെയൊക്കെ തല ഞാൻ അരിഞ്ഞെടുക്കും. ചേട്ടാ ചേട്ടാ, ഒന്നോ രണ്ടോ അല്ല, 40 ലക്ഷം രൂപയാണ് ആ തുപ്പാക്കി നമ്മളെ പറ്റിച്ചു മുങ്ങിയത്. ബ്ലഡി ചീറ്റ്. എവിടെയായിരുന്നാലും അവനെ പിടിക്കണം. നാട്ടിലായാലും കാട്ടിലായാലും കൊല്ലരുത്. ജീവനോടെ വേണം എനിക്ക് ആ നായിന്റെ മോനെ. ഈ ഫോണിന് ബെല്ലൊക്കെ അടിക്കാൻ അറിയാവോ? ഹലോ, കോരപ്പൻ ജയിലിൽ അടിയുന്നോ? എപ്പോ? സാർ, ഇപ്പൊ രാത്രിയല്ലേ സാർ? നാളെ രാവിലെ. ഓക്കെ സാർ. പണ്ടാരം ആരെങ്കിലും തെറി പറയുമ്പോ മാത്രം വർക്ക് ചെയ്യും. ഇനി വർക്ക് ചെയ്യില്ലല്ലോ. ഓരോരുത്തന്മാർക്ക് ജയില് കാണാൻ. ഏതായാലും കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചോണ്ട് എന്റെ മോളെ രക്ഷപ്പെട്ടു. ആ ജെയിംസിന്റെ കൂടെ ഇങ്ങനെ നടന്നാ നിങ്ങളുടെ മോനും വഷളാവും. പണവും കൊണ്ട് ആ തുപ്പാക്കി മുങ്ങിയെന്നല്ലോ കേട്ടത്. അവനെ കിട്ടിയോ? അവനെ തപ്പി കുട്ടികൾ പോയിരിക്കുക. വേണു, വേണു, ഇറങ്ങി വാടാ. എന്റെ അമ്മോ, കോരപ്പൻ എവിടാ വേണു? അവനിവിടെ ഇല്ലേ? ജയിലിൽ നിന്ന് വിട്ടോ? വിട്ടതല്ലടാ, ഞാൻ ജയിലിൽ ചാടിയതാ. എന്റെ മകനും കൂട്ടുകാരും കൊല്ലാൻ. നോക്കിക്കോ. അവനെ വിടരുത്. 40 ലക്ഷം നമുക്ക് പോകുന്നത്. എടാ, നീ ഇനി കാട്ടിൽ പോവോ? ഇല്ല. കാട്ടിൽ നിന്റെ ആരാണോ ഉള്ളത്? കോരപ്പ ആരാണ് നിന്റെ അപ്പ? നടടാ തെണ്ടി, നീ ഇവിടെ വിഴിപ്പഴക്കി ജീവിച്ചാ മതി. കേട്ടാ? നടക്കണേ. ആരടാ തെണ്ടി? നീയോ? അയ്യോ, കോരപ്പൻ ചേട്ടൻ. നിക്കണവിടെ. എന്റെ നടു ഒടിഞ്ഞേ ഭഗവാനെ. എന്റെ ഭഗവതി, ഇങ്ങനെ കിടന്നാ മതിയോ? 40 ലക്ഷം വേണ്ടേ? വരണടാ. നമ്മുടെ തല വെട്ടാൻ കോരപ്പം വരണടാ. നീ വിഷമിക്കണ്ട, ആരുമില്ലാത്ത ദൈവം. ദൈവമേ, ദൈവമേനാ നിന്നെ അന്നുകൂടെ അന്വേഷിച്ചെടുക്കണേ. എന്തിന്? അന്ന് നീ ചട്ടയും കലൊക്കെ പൊട്ടിച്ചില്ലേ? എന്റെ കാര്യം താൻ ഒറ്റത്തിലാണ് ഇതൊക്കെ കാരണക്കാരൻ. മര്യാദ പോയി, എന്റെ കലവും പോയി, എന്റെ കാശും പോയി. ഇതൊക്കെ ഒരു വീടാണോ? ബാത്റൂമിന്റെ അത്ര പോലുമില്ല. മിനിമം ഒരു 35 ലക്ഷം രൂപയെങ്കിലും വില വരുന്ന കൊട്ടാര സദൃശമായ ഒരു വീടാണ് എനിക്ക് വേണ്ടത്. കല്യാണം കഴിച്ച് താമസിക്കാനാണേ. വീടൊക്കെ ശരിയാക്കി തരാം. 100 രൂപ എടുത്തേ. ഓ, ബ്രോക്കർ ഫീസ്. അത് പറ്റില്ല. എന്നെ ചതിച്ചോടാനൊന്നും ഞാൻ വിടൂല. എന്റെ കാശ് നീ നോക്കിക്കോ. നീ സർ, 40 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിയ തുപ്പാക്കി വരുന്നുണ്ട്. വെരി ഗുഡ്, വരട്ടെ. അവൻ പണം എന്നെ ഏൽപ്പിക്കാൻ വരുന്നതാ. മര്യാദക്കാരനാണ് അവൻ.
അവൻ പണം തരാനല്ല, എന്നെ അടിക്കാൻ അവൻ ആളെയും കൂട്ടിയിട്ടുള്ള വരവാ. വക്കച്ച, നമ്മുടെ ഫോഴ്സിനോടെല്ലാം തയ്യാറായി നിന്നോളാൻ പറയൂ. അതിന് മുഴുവൻ ആള് ഇവിടെ ഇല്ല സാർ. സാരമില്ല, ബാക്കിയുള്ളവരെ ഞാൻ ഫോൺ ചെയ്ത് വരുത്തിക്കോളാം. പറഞ്ഞു വീണേ. എന്റെ നടുപോയേ കോമള. ഇവിടെ വരാൻ 40 ലക്ഷം രൂപ ഇവിടെ 40 ലക്ഷം ദേവോൾ 40 ലക്ഷം ദേവോൾ 30 ലക്ഷം. കോമള നീയോ? നീ എങ്ങനെ ഈ വേഷത്തിൽ വന്നു? എന്നെ കുറെ പേര് നാട്ടിലും കാട്ടിലും വെച്ച് വസ്ത്രാക്ഷേപം നടത്തിയല്ലേ. ഇനി കുറെ പേര് ഞാനും ഊരാമെന്ന് ഇങ്ങ് തരൂ, നടക്കൂ. പിടിക്കൂ. ഇനി പോയി 2 എണ്ണം കൊടുത്തേച്ചു വാ. കുറെ നാളായി കൊടുക്കണം വെച്ചിട്ട്. പൊത്തി ചേട്ടാ, വിടി ചേട്ടാ, എന്റെ പൊത്തി ചക്കര ചേട്ടനല്ലേ. അയ്യോ തുപ്പാക്കി എവരാ തുപ്പാക്കി പണം അടി കൊടുക്കാതെ സത്യം പറയത്തില്ല. എനിക്ക് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തു, ഇനി നിങ്ങൾ കൊടുത്തോ. അയ്യോ എന്നെ ഉപദ്രവിക്കരുത്. ഇതെവന്റെ എന്താ ബോംബ് കുഴിപ്പന്താ? ഇതെന്താണ് ഉണ്ട ഹോട്ടൽ? ഇതെന്താ ഒരു കുപ്പി? പപ്പാ മോനെ, പപ്പയ്ക്കൊരു കുപ്പി അലക്കുകാരൻ ഇട്ട് വെക്കാൻ കൊള്ളാം. അയ്യോ മോനെ, ബോംബാ. മിടുക്കന്മാരാണ് നിങ്ങൾ. അല്ലെങ്കിൽ ആരും കടന്നു ചെല്ലാൻ ധൈര്യം കാണിക്കാത്ത ആ കൊടുങ്കാട്ടിൽ ചെന്ന് കോരപ്പനെ രക്ഷപ്പെടുത്തുമോ? 40 ലക്ഷം രൂപയുടെ റിവാർഡ് വാങ്ങുമോ? ഇതിന് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നുണ്ട്. മരണം, സുഖമുള്ള മരണം. അതിനു മുൻപ് കൈക്കരുത്തും ശക്തിയും ഇവരുടേതറിയാൻ ഒരു അവസരം. തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ
ഇതായിരിക്കും മറുപടി. അടിയടാ. No. എഴുന്നേക്കടോ പണിക്കരെ. തന്റെ ആളുകളോട് അടി നിർത്താൻ പറയടോ. എടോ പറയാൻ നിർത്ത്. കുട്ടിക്കാലത്തെ എനിക്കൊരു സ്വഭാവമുണ്ട്. ഈ കള്ളന്മാര് തോക്കും പിടിച്ചിരിക്കുന്ന കണ്ട അപ്പൊ ഞാൻ കാലുമടക്കി അടിക്കും. എന്താ നൊന്തോ? ജനസമ്മതനായ നേതാവ് മാത്രമല്ല, താനൊരു കാട്ടുകള്ളൻ കൂടിയാണല്ലേ? എനിക്കറിയാം. ഇല്ലെങ്കിൽ ബീരാൻ എന്ന് പറഞ്ഞ ഈ പാവത്തിനെ താൻ കോരപ്പനാക്കുവോ? ഈടാ എരപ്പേ, ഇയാള് ജയിലിൽ ചാടിയതല്ല, ചാടിച്ചതാ ഈ ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നതും ചാടിക്കാനാ. ഈ വെള്ള കതർ കുപ്പായത്തിൽ നിന്നും ജയിലറയിലേക്ക്. അയ്യോ എന്ത് പറ്റി? എന്താ ഇത്? ഇനി വന്നേ. ഇത് ചോരയാണല്ലോ. ഈ നായിന്റെ മോന്റെ സമ്മാനമായിരിക്കും അല്ലേ? തിരിച്ചൊന്നും കൊടുത്തില്ലേ? അത് മോശമായി പോയി. കൈക്കരുത്തും തന്റെ ഇടം ഉണ്ടല്ലോ, അടിച്ചു പൊളിക്കടാ. താനരങ്ങരുത്. ഉണ്ട നിറച്ച തോക്ക് വേറെ ഉണ്ട്. ഞാൻ കാച്ചും, അമ്മയാണ് കാച്ചും. കോമളാ, നോക്കി നിൽക്കാതെ പൂച്ചടാ. ഒരു വശത്തുനിന്ന് മാത്രം അടിക്കരുത്, നീര് വരും. മാറ്റി അപ്പുറത്തുനിന്ന് അടിയടാ. ഇടിച്ചാ പുറത്ത് കാണരുത്, ഉള്ളിത്തട്ടണം. ഇങ്ങനെ 3 മാസം കഴിഞ്ഞ് ചുമക്കും. ആ ടൈപ്പിടിയാണ് ഇപ്പൊ ഇടിച്ചത്. മതി, കൂടുതൽ ഇടിച്ച് പഴിപ്പിക്കരുത്. എനിക്ക് കോടതിയിൽ ഹാജരാക്കാനുള്ളതല്ലേ. ആ വന്നേ. ഒരു 5 പേര് പോയി. അവിടെ മിലിറ്ററി ഡ്രസ് ഇട്ട കുറെ സഹോദരന്മാരുണ്ട്. അറസ്റ്റ് ചെയ്തോളൂ. ഈ കതറിട്ട സാറിനെ പോലീസ് എസ്കോർട്ടോട് കൂടി അങ്ങ് ജയിലിലോട്ട് കൊണ്ടുപോയട്ടെ. പോണം സാർ, പോണം സാർ. ഒരു കള്ളൻ ഇവിടെ എവിടെയോ ഉണ്ടല്ലോ. തുപ്പാക്കി. ഈ സാറിന്റെ കൂടെ പോകുന്നോ അതോ? എന്റെ പൊന്നെ ബാലേ, ആ പണം ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എടുത്ത് തന്നേക്കാവേ. ഇപ്പൊ മനസ്സിലായില്ലേ പണം എടുത്ത ആരാണെന്ന്? എനിക്ക് നേരത്തെ അറിയടാ. ഇതൊക്കെ സാറിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ സന്തോഷമായല്ലോ. ഒരു ഫാക്സ് മെസ്സേജ് ഉണ്ട്. ഓ മൈ ഗോഡ് സാർ, കാട്ടിൽ പുതിയൊരു കള്ളൻ ഇറങ്ങിയിരിക്കുന്നു. വീരപ്പൻ. വീരപ്പൻ സാർ അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. എന്റെ മാതിരിയുള്ള വല്ല പാവമായിരിക്കും. പിടിച്ചോർത്താ വല്ല റിവാർഡും ഉണ്ടോ നോക്കി. ഉണ്ട്, 50 ലക്ഷം രൂപ. ഇന്റെ അല്ലാ, വരികടാ, നമുക്ക് വീരപ്പനെ പിടിക്കാൻ പോവാ. വീരപ്പനെ പിടിക്കാൻ ഞാനും ഉണ്ട്.